ഗുഡ് ഈവനിങ് മാറ്റിനി ഫ്രീ ബിനാലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിപോലെ ശനിയാഴ്ചകളിൽ നമ്മൾ ക്രിയാത്മകമായ അവയർനെസ് ടോപ്പിക്കുകളാണ് പൊതുവെ നമ്മൾ ചെയ്യുന്നത്. ഇന്ന് വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ചൈൽഡ് സെക്സ് അബ്യൂസ്. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്, പക്ഷെ പല സാഹചര്യങ്ങളിലൂടെ ഇത് ഉണ്ടാകുന്നു. പല തരത്തിലുള്ള ഇനിഷ്യേഷൻസ് ഉണ്ടാകുന്നു, പലപ്പോഴും സൊല്യൂഷൻസ് ഉണ്ടാകുന്നില്ല. ആരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? മാതാപിതാക്കളാണോ, ചുറ്റുപാടിലുള്ളവരാണോ, അതോ ഗവൺമെന്റിന്റെ തലമാണോ? എന്തായാലും വളരെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്, ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. ഉലഹനാൻ സാറിൽ നിന്ന് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ സ്വീകരിക്കാം. എല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം ഉലഹനാൻ സാറിനെയും. ഉലഹനാൻ സാർ, യു ആർ വെൽക്കം. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഒരുപക്ഷെ ഇന്ന് ഈ വിഷയം ഞാൻ കൈകാര്യം ചെയ്യാനായിട്ട് വരുന്നത്. ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നത്, ഇത് പല കാര്യങ്ങളിൽ ഞാൻ നെറ്റിൽ നിന്ന് തപ്പിയെടുത്തതും എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസും എൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടിയ കുറേയേറെ അനുഭവങ്ങളുമാണ് ഇതിനകത്ത് കൂട്ടിച്ചേർത്തിട്ടുള്ളത്. സയന്റിഫിക് ആയിട്ടുള്ള കാര്യം അതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അനുവാദത്തോടു കൂടി തുടങ്ങുകയാണ്. കുട്ടികൾ, നമ്മുടെ എല്ലാം സ്വപ്നമാണ് ഈ കുട്ടികൾ എന്ന് പറയുന്നത്. നമ്മുടെ സ്നേഹമാണ്, നമ്മുടെ സന്തോഷമാണ്. എത്ര പ്രായമായാലും പ്രായം കുറഞ്ഞാലും തലമുറക്കാരാണെങ്കിലും നമ്മൾ മുന്നിൽ നിൽക്കുന്ന ഒരു കുട്ടിയുടെ ഭാവങ്ങൾ ആസ്വദിക്കാനും അതിനെ സപ്പോർട്ട് ചെയ്യാനും നമ്മളെല്ലാം ജാഗരൂകരാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ പറയാറുണ്ട്, എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ ഒഴിഞ്ഞു വെക്കുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്, ഈ കുട്ടികൾക്ക് വേണ്ടിയാണ്. അവർക്ക് അതിന് ഒരു ആൾട്ടർനേറ്റീവ് ഇല്ല. എൻ്റെ കുട്ടികൾ, ഈ കുട്ടികൾ, അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഓട്ടമെല്ലാം ഓടുന്നത്. അവിടെയാണ് നമുക്ക് ചെറിയ തെറ്റുകൾ സംഭവിക്കുന്നത്. ഓട്ടത്തിനിടയെ മക്കളെ കാണാൻ മറന്നു പോകുന്നു എന്നൊരു സംശയം ഇതിൻ്റെ കൂടെയുണ്ട്. വിഷയത്തോടൊപ്പം തന്നെ നമുക്കതിനെക്കുറിച്ച് ഇടയ്ക്ക് പറ്റുകയാണെങ്കിൽ സംസാരിക്കാം. നമ്മുടെ സന്തോഷത്തെ, നമ്മുടെ മക്കളെ കുത്തിക്കെടുത്തുന്ന ഒരു ദുരന്തമാണ് ചൈൽഡ് സെക്ഷൽ അബ്യൂസ്. നമുക്ക് മുന്നോട്ട് പോകാം. ആരാണ് കുട്ടി? ഉത്തരം ഒന്നേ ഉള്ളൂ. 18 വയസ്സ് വരെയുള്ള പ്രായമുള്ള വ്യക്തികളാണ് കുട്ടികൾ എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നത്. അതിനകത്ത് 14 തൊട്ട് 18 വരെയുള്ള കുട്ടികളെ നമ്മൾ കൗമാരക്കാരെന്ന് വിളിക്കാം. ഒരു 14 ഞാൻ ചേർത്തിയതാണ്, അത് 13ലേക്ക് വേണമെങ്കിലും വരാം. അവിടെ കൗമാരക്കാരാണ്. പക്ഷെ കൗമാരക്കാരുടെ ഒരു ഗതികേടെന്ന് പറയുന്നത്, അവൻ അഡൽട്ടുമല്ല കുട്ടിയുമല്ലാത്ത ഒരു ഇടയിൽ കിടന്ന് ഞെരുങ്ങുകയാണ്. അപ്പൊ നമ്മൾ അവരെയൊക്കെ കുട്ടികളായി തന്നെ കൂട്ടിക്കൊണ്ട് പോരാ. ഇനി പീഡനം, അതും കൂടി ഒന്ന് പറഞ്ഞിട്ട് ബാക്കിയിലേക്ക് കിടക്കാം. കുട്ടി എന്താണെന്ന് പറഞ്ഞു, നമ്മുടെ മക്കളോടുള്ള വികാരങ്ങൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, അതിൽ കവിഞ്ഞൊരു സന്തോഷമില്ലെന്ന് പറഞ്ഞു. പീഡനത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ആ വാക്കിനെ തന്നെ ഒന്ന് നിരീക്ഷിച്ചാൽ, ഒരാൾ നമ്മളെ ഒരു തരത്തിൽ ശാരീരികമായോ മാനസികമായോ നമുക്കിഷ്ടപ്പെടാത്ത പ്രവൃത്തികൾ നമ്മളോട് ചെയ്യുകയോ ഇഷ്ടപ്പെടാത്ത വാക്കുകൾ സംസാരിക്കുകയോ അത്തരം പ്രവൃത്തികൾ നമ്മുടെ മുമ്പിൽ കാണിക്കുകയോ ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന അവസ്ഥയെയാണ് നമുക്ക് പീഡനമെന്ന് ഇവിടെ വെക്കാം. അപ്പൊ നമുക്ക് നമ്മുടേതായ ഒരു ചെറിയ അവസ്ഥയുണ്ട്. അതിലേക്ക് നമ്മുടെ അനുവാദമില്ലാതെ കാണിച്ചു കൂട്ടുന്ന എല്ലാ വികൃതിത്തരങ്ങളും, നമ്മളെ ദുഃഖിപ്പിക്കുന്ന എല്ലാ തരങ്ങളും അത് അബ്യൂസായിട്ട് നമുക്ക് കാണാം. ഈവൻ സാർ, ഒരു ഗോഷ്ടി നമ്മുടെ മുൻപിൽ കാണിക്കുന്നത് പോലും നമുക്കത് ഇഷ്ടമല്ലെങ്കിൽ അത് മറ്റുള്ളവർ നമ്മളോട് ചെയ്യുന്ന ഒരു അബ്യൂസായി നമുക്കതിനെ കണക്കാക്കാം. ഇത്തരം പീഡനങ്ങൾ നടത്താനായിട്ട് നാം കണ്ടെത്തുന്ന സ്ഥലത്തിൽ പ്രധാന സ്ഥലം വീട് തന്നെയാണ്, സ്വന്തം വീട് തന്നെയാണ്.
ചെയ്യുന്നത് ആരെ എന്ന ചോദ്യം പിന്നീട്. സ്ഥലം, പൊതുസ്ഥലം, ആശുപത്രി കെട്ടിടങ്ങൾ, സ്കൂൾ കെട്ടിടങ്ങൾ, ഇതൊക്കെ ഇതിന് സഹായിക്കുന്ന സ്ഥലങ്ങളാണ്. വീട്ടിലെ ബന്ധുക്കൾ തന്നെ ഉത്തരവാദികളാകുന്ന അവസ്ഥ നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെ നാം കേട്ട പല കാര്യങ്ങളും. ഞാൻ ക്ലിനിക്കിനെ കൂട്ടിയത് ഇതാണ്. ആ കുട്ടി പറഞ്ഞത്, എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത് രഹസ്യമായിരിക്കണം, ഇത് പുറത്തറിയാൻ പാടില്ല, നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനം പോകും. അപ്പൊ അവിടെ ആ കുട്ടിയെ ഉപദ്രവിക്കാൻ സഹായിക്കുന്ന വ്യക്തി വീട്ടിലുള്ളവർ തന്നെയാണ്. അപമാനത്തിന്റെ പേരിൽ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് പിന്നത്തെ കാര്യം. ഇതിനു വേണ്ടി ഞാൻ മുന്നോട്ട് പോകുന്നു. 4 തരം അബ്യൂസുകളാണ് നമുക്ക് നമ്മുടെ മുന്നിൽ ഉള്ളത്. ഒന്ന് ഫിസിക്കൽ, ശാരീരികമായ പീഡനം, ഉപദ്രവങ്ങൾ. 2 ഇമോഷണൽ, മാനസികമായ വിഷമങ്ങൾ. ഒരാളെ ചീത്ത വിളിക്കുക, കളിയാക്കുക, അതൊക്കെ മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ്. 3-മത്തത്, ഏറ്റവും പ്രധാനപ്പെട്ടത്, സെക്ഷൽ അബ്യൂസ്. റൈറ്റായിട്ട് പറയുമ്പോൾ സെക്ഷൽ ഇന്റർകോഴ്സ്, ഒരു ബലാത്സംഗത്തിന്റെ രൂപം തന്നെ നമുക്കതിനെ ചേർത്ത് പിടിക്കാം. നമ്മുടെ അനുവാദമില്ലാതെ നടക്കുന്ന കയ്യേറ്റമാണത്. ഈ വസ്ത്രാക്ഷേപം എന്നുള്ളത് പോലും അബ്യൂസായി നാം എടുക്കേണ്ടിയിരിക്കുന്നു. ഇനിയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉള്ളത്, നെഗ്ലക്റ്റ് ദ ചൈൽഡ്. നമ്മൾ കുട്ടിയെ ശ്രദ്ധിക്കാതിരിക്കുന്നത് പോലും അബ്യൂസാണ്. അവന്റെ സങ്കടങ്ങൾ നമ്മളോട് വന്ന് പറയുന്നു, അല്ലെങ്കിൽ മറ്റൊരാളോട് അത് പറയുമ്പോൾ അവനെ ശ്രദ്ധിക്കുന്നില്ല. 2, നേരം വെളുത്ത് അവനൊരു ആവശ്യവുമായി വരുമ്പോൾ അവനെ ശ്രദ്ധിക്കുന്നതിന് പകരം നമ്മൾ അവനിൽ നിന്ന് അകന്നു പോകുന്നൊരവസ്ഥ. അതൊക്കെ ഈ ചൈൽഡ് അബ്യൂസിൽ പെട്ടുവരുന്നതാണ്. കുട്ടിയോട് നമ്മൾ കാണിക്കുന്ന ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, ഈ 4 തരം അബ്യൂസുകളിൽ സെക്ഷൽ അബ്യൂസ് ആണ് ഏറ്റവും ബുദ്ധിമുട്ട് നിറഞ്ഞുള്ള ഒരു കാര്യം. ഇറ്റ് ഈസ് എ സെക്ഷൽ ബിഹേവിയർ ഓർ സെക്ഷൽ ആക്ട് ഫോഴ്സ്ഡ് അപ്പോൺ ഓൺ എ വുമൻ ഓർ എ മാൻ ഓർ ചൈൽഡ്, ഗേൾ ഓർ ബോയ്, വിത്തൗട്ട് ദെയർ കൺസെന്റ്. ഒരു സമ്മതമില്ലാത്ത നടത്തുന്ന ലൈംഗിക ചേഷ്ടയാണ്. പുരുഷൻ സ്ത്രീയോടോ, സ്ത്രീ പുരുഷനോടോ, കുട്ടികള് തിരിച്ചും മറിച്ചും. ഇറ്റ് ഈസ് എ ഫോഴ്സിബിൾ ആക്ട് ഓഫ് വയലൻസ്. ആ വാക്ക് ഓർക്കുക, എ ഫോഴ്സിബിൾ ആക്ട് ഓഫ് വയലൻസ്. അതാണ് അവിടെ സംഭവിക്കുന്നത്. ശക്തമായ ശാരീരിക ആക്രമണമാണത് അവിടെ നടക്കുന്നത്. തന്നേക്കാൾ ശേഷി കുറഞ്ഞവരോട് കാണിക്കുന്ന നീച പ്രവൃത്തിയാണ് അബ്യൂസ് എന്ന് നാം മനസ്സിലാക്കുക. ഈ പ്രവൃത്തി നിയന്ത്രിക്കാൻ പറ്റാത്ത രതിഭാവം കൊണ്ടല്ല ഒരു വ്യക്തി ഇത് ചെയ്യുന്നത്. നേരെ മറിച്ച് മറ്റൊരാളെ നിയന്ത്രിക്കുന്നതിനും കീഴ്പ്പെടുത്തുന്നതിനും നിർബന്ധപൂർവം അയാൾ ചെയ്യുന്ന ഒരു ശിക്ഷാർഹമായ കുറ്റമാണ് ഇത് എന്ന് നാം ഓർക്കുക. ഇരയെ ശാരീരികമായും മാനസികമായും ഭയപ്പെടുത്തുന്നു, വേദനിപ്പിക്കുന്നു. ഇത് ചെയ്യുന്നവന്റെ മാനസിക ദൗർബല്യവും കൂടിയാണ് ഇത് എന്ന് ഓർക്കുക. ഈ പ്രവൃത്തി നിവർത്തിക്കാൻ, ഞാൻ പറഞ്ഞ പ്രവൃത്തി നിയന്ത്രിക്കാൻ പറ്റാത്ത രതിഭാവത്തിന്റെ അതിപ്രസരം കൊണ്ടല്ല, മാനസികമായ വികലഭാവങ്ങൾ കൊണ്ട് ഇത് സംഭവിക്കും. കീഴ്പ്പെടുത്താനുള്ള ഒരു തീരുമാനം, അത് തന്നേക്കാൾ ശക്തി കുറഞ്ഞയാളെ കീഴ്പ്പെടുത്തുക, ഒരു വിജയഭാവിയായിട്ട് മാറുക, മറ്റൊരാളുടെ വേദന അനുഭവിക്കുക. ആ വേദന കണ്ട് നമുക്ക് സന്തോഷമുണ്ടാകുന്ന മാനസിക വൈകല്യം ഇതിനകത്തുണ്ട്. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഏതെല്ലാം തരത്തിലുള്ള പ്രവൃത്തികൾ സെക്ഷൽ അബ്യൂസായി കാണാം, എങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. വാത്സല്യത്തോടു കൂടിയുള്ള ഒരു തലോടൽ
അത് ലൈംഗിക ആസ്വാദനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് സെക്ഷൽ അബ്യൂസായി മാറുന്നു. തലോടൽ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ അതിനൊരു അതിർത്തിയുണ്ട്. ആ അതിർത്തി മാറ്റുമ്പോൾ അത് സെക്ഷൽ ടച്ചായി മാറുന്നു. ഈ സെക്ഷൽ ഇന്റർകോഴ്സ് അപരന്റെ പ്രൈവറ്റ് പാർട്ടിനെ തെറ്റായ രീതിയിൽ പൂർണ്ണ സമ്മതമില്ലാതെ സ്പർശിച്ച് മുന്നോട്ട് പോകുന്നതും ഈ സെക്ഷൽ അബ്യൂസിൽ പെടുന്നതാണ്. അടുത്തൊരു കാര്യം, നഗ്നതാ പ്രദർശനം. ആകാത്തവരുടെ മുൻപിൽ ആയവർ ചെയ്യുന്നത്. എനിക്കറിയാം, ഞാൻ വിക്ടോറിയ കോളേജിൽ പഠിച്ച ആളാണ്. അതിന്റെ റോഡിൽ നിന്ന് കുറച്ച് വിട്ടാണ് ലേഡീസ് ഹോസ്റ്റൽ. അപ്പോ രാത്രി 10 മണി കഴിഞ്ഞ ആൾക്കൂട്ടമൊന്നുമില്ല. അത് സ്വന്തം നഗ്നത കാണിക്കാൻ വേണ്ടി ഇറങ്ങുന്ന ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ആ കുട്ടികൾ പലപ്പോഴും ക്ലാസ്സിൽ വരുമ്പോൾ പറയും, ഇന്നലെ ഒരു കാഴ്ച കണ്ടു. എന്താണ്? ഇന്നാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഈ കാണിച്ചു കൊടുക്കുന്ന വ്യക്തിക്ക് ഒന്നും കിട്ടാനില്ല, ആ കാണുന്നവർക്കും ഒന്നും കിട്ടാനില്ല. പക്ഷെ വൈകൃതമായ ഒരു മനോഭാവമാണ് അവിടെ കാണിച്ചത്. അത് സെക്ഷൽ അബ്യൂസായി നാം കണക്കാക്കേണ്ടിയിരിക്കുന്നു. ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. അടുത്ത പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ പ്രായപൂർത്തിയാവാത്ത ആ കുട്ടികളുടെ മുമ്പിൽ അവർ സ്വയംഭോഗം ചെയ്യുകയും ഈ കുട്ടികളെ നിർബന്ധിച്ച് അതിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതും ആശാസ്യമായ ഒരു കാര്യമല്ല. അതും ഈ സെക്ഷൽ അബ്യൂസിൽ കണക്ക് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഈ മറ്റു തരത്തിലുള്ള ലൈംഗിക പ്രവർത്തനങ്ങൾ, ഇവയെല്ലാം തന്നെ സെക്സ് അബ്യൂസ് എന്ന തലക്കെട്ടിനകത്ത് ഒതുക്കി നിർത്താം. നമുക്ക് എല്ലാം തന്നെ അതെല്ലാം ചേർത്ത് വെക്കാം. നമ്മള് ഇത്രയും നേരം സഞ്ചരിച്ചത് ആ വഴിയിൽ എന്തൊക്കെയാണ് വന്നുകൂടിയത്, കുട്ടി ആരാണെന്ന് വന്നു, എന്താണ് അബ്യൂസ് എന്ന് വന്നു, എന്താണ് സെക്ഷൽ അബ്യൂസ് എന്നും പറഞ്ഞു തന്നു. ഇനി ഈ വാട്ട് ഈസ് ചൈൽഡ് സെക്ഷൽ അബ്യൂസ്, അത് നമ്മുടെ പ്രധാന വിഷയം. ചൈൽഡ് സെക്ഷൽ അബ്യൂസിൽ എന്തൊക്കെയാണ് ചേർന്ന് വരുന്നത് എന്നൊന്ന് നോക്കാം. ചൈൽഡ് അബ്യൂസിന്റെ ഒരു ഭാഗം മാത്രമാണ് ചൈൽഡ് സെക്ഷൽ അബ്യൂസ് വിത്ത് എ മൈനർ. ഒരു കുട്ടിക്ക് ഒരർത്ഥത്തിലും പൂർണ്ണമായി ഒരു സമ്മതം, അയാൾ ആവശ്യപ്പെടുന്നതിനൊരു സമ്മതം കൊടുക്കാൻ കഴിയില്ല. സമ്മതമില്ലാതെ ആ കുട്ടിയുടെ പുറത്ത് ചെയ്തു കൂട്ടുന്ന ആക്രമണങ്ങൾ, അബ്യൂസസ്, ഇത് സെക്ഷുവാലിറ്റിയുടെ ഒരു ക്രിമിനൽ ഭാഗമായി നാം കാണേണ്ടിയിരിക്കുന്നു. അയാൾ ചെയ്യുന്നത് ഒരു ക്രിമിനൽ കുറ്റമായി നമുക്ക് കാണാൻ കഴിയണം. മാത്രമല്ല, ആ കുട്ടിക്ക് അതിൻ്റെ ജീവിതകാലം മുഴുവൻ ഒരു ട്രോമയായി നിലകൊള്ളുന്നു. ചൈൽഡ് ട്രോമ. ഒരു കുട്ടിക്ക് ആ കുട്ടിക്കാലത്തുണ്ടായ ദുരനുഭവം അയാളോട് വളർന്നു വരുന്നതോടൊപ്പം അതും വളർന്നു കൊണ്ടുവരികയാണ്. ഒരു ചൈൽഡ് ട്രോമ അയാളുടെ ജീവിതത്തെ, പിന്നീടുള്ള കാലത്തെ ബാധിച്ചു കൊണ്ടുവരുന്ന ഒരു സാധനമാണ് അത്. ഇക്കാര്യം ഞാൻ ഇവിടെ പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, അത് ക്ലിനിക്കൽ എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കുട്ടിയെ അവന്റെ അറിവോ സമ്മതമോ കൂടാതെ ലൈംഗികമായി പീഡിപ്പിക്കുന്ന സംഭവം നാം ഇപ്പോൾ ധാരാളമായി കേട്ടുവരുന്നു. കഴിഞ്ഞ ദിവസം 4 വയസ്സുകാരിക്കാണ്, അതിനു മുമ്പ് 2 വയസ്സുകാരിക്കാണ്. ഇന്നത്തെ മലയാള മനോരമയിൽ ഒരു റിപ്പോർട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു മിനിറ്റ് ചെലവഴിച്ച് തന്നെ ഒന്ന് വായിക്കുകയാണ്. 10ാം ക്ലാസ്സുകാരന് പീഡനം, യുവതിക്കെതിരെ കേസ്. സാർ അത് വായിച്ചോ? കണ്ടിരുന്നോ സാർ ഇന്ന്? 10ാം ക്ലാസ്സുകാരനാണ് പീഡനം. ആ പീഡിപ്പിച്ചത് സ്ത്രീയാണ്. അവരെ കുറിച്ച് വായിച്ചു വന്നപ്പോ ഇതിനു മുമ്പും അവർ ഇത്തരം കാലം സ്ത്രീകളോടും അവരിത് ചെയ്തിട്ടുണ്ട്. അവർക്ക് 24 വയസ്സാണ്. 24 വയസ്സ്. ഒരു കേസിന്റെ ഇതിൽ നിന്ന് പുറത്തു വന്നതേ ഉള്ളൂ. ഈ 13കാരനെ അല്ലെങ്കിൽ ഈ 15കാരനെ പീഡിപ്പിക്കാനായിട്ട് അവർക്ക് യാതൊരു പ്രയാസവും ഉണ്ടായില്ല. ഒരു കൗൺസിലിംഗ് ഇതിന് പോയപ്പോഴാ ആൺകുട്ടി പറഞ്ഞു ഈ കാര്യം. പരീക്ഷയുമായി അതിന് മുമ്പുള്ള ആ ഒരു കാലത്ത് നടന്ന ഈ കാര്യം, ഈ കുട്ടിയുടെ പെരുമാറ്റ ശൈലി നോക്കി ഒരു കൗൺസിലറുമായി ബന്ധപ്പെട്ട ഈ കുട്ടി അത് പറഞ്ഞു. അതിനെ തുടർന്ന് ആ സ്ത്രീയെ പിടിച്ചു.
അന്നേരമാണ് അവർ പുറകോട്ട് പോകുന്നത്. ഇത് മൂന്നാമത്തെ ആളാണ് എന്ന് തെളിയിച്ചുകൊണ്ട് പോലീസ് റിപ്പോർട്ട് കിട്ടിയത്. ഞാനത് നിങ്ങളുടെ മുമ്പിൽ പറയാൻ കാരണം അടുത്ത ചില കാര്യങ്ങൾ വരുമ്പോൾ അത് ഓർപ്പിക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ കുട്ടിയെ അവന്റെ അറിവോടുകൂടി, അത് പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും അറിവോടുകൂടി അല്ലാതെ നിർബന്ധപൂർവം ചെയ്യുന്ന എല്ലാം തന്നെ ഈ ചൈൽഡ് സെക്ഷൽ അബ്യൂസ് ആണ് സംഭവിക്കുന്നത്. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ഈ നാട്ടിലുടനീളം പറഞ്ഞു നടക്കുന്ന കുറെ അബദ്ധധാരണകളും അതിൻ്റെ ശരികളും അതൊന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാം. ഒന്നാമത്തെ കാര്യം, പുരുഷൻ അല്ലെങ്കിൽ ആൺകുട്ടി അവർക്ക് മാത്രമേ ഈ അബ്യൂസിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ എന്ന ഒരു ധാരണയുണ്ട്. ആ ധാരണ തെറ്റാണ്. സ്ത്രീക്ക് പുരുഷനോടും പെൺകുട്ടിക്ക് ആൺകുട്ടിയെയും ഈ സെക്ഷൽ അബ്യൂസിലേക്ക് കൊണ്ടുവരാം. അതിന് ഉദാഹരണമാണ് ഞാനിപ്പോൾ വായിച്ച ഇന്നത്തെ പേപ്പർ റിപ്പോർട്ട്. 24 വയസ്സുകാരി ഈ 15 വയസ്സുള്ള കുട്ടിയെ, ആൺകുട്ടിയെയാണ് പീഡിപ്പിച്ചത്. അവരുടെ സ്വഭാവ രൂപവും തന്നെ അത് തന്നെയായിരുന്നു. രണ്ടാമത്തത്, അബ്യൂസിലെ ഇരകള് അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കും, മറ്റുള്ളവരോട് പറയും എന്നൊരു ധാരണയുണ്ട്. എന്നാൽ 99% ഇരകൾ സാധാരണ നിലയിൽ ആരോടും പങ്കുവെക്കാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ചൈൽഡ് ട്രോമയായി അത് വളർത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ മരണം വരെ അവരത് പറയില്ല ആരോടും, ഉള്ളിലെ വിഷമങ്ങൾ കൊണ്ടാണ് പറയാത്തത്. പിന്നെ ഈ അടുത്ത തെറ്റായ നമ്മുടെ ധാരണ, കുട്ടികൾ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാൽ പോലും നോ എന്ന് പറയില്ല, അസർട്ടീവ് ആവില്ല, അവരത് അനുഭവിച്ച് തീർന്നു പോകുമെന്നൊരു ചിന്താഗതിയുണ്ട്. തീർച്ചയായും അങ്ങനെയല്ല. സാഹചര്യം മോശമാണെന്ന് തോന്നിയാൽ അവരതിനെതിരെ പ്രതികരിക്കുന്നു. പിന്നെ അടിമപ്പെടുത്തുന്നത് ചെയ്യാൻ പോകുന്ന ആളുടെ ശക്തിയാണ്. പ്രതികരിക്കില്ല എന്നും അത് പറയാനായിട്ട് പറ്റുകയില്ല. പിന്നെ പറയുന്നത്, കുട്ടികൾ കുറച്ചു കാലം കഴിയുമ്പോൾ ഇത് മറന്നുപോകും. അത് തെറ്റായ അവസ്ഥയാണ്. അവരുടെ ജീവിതാന്ത്യം വരെ ഇത് മറക്കുകയില്ല. അതൊരു ദുരന്തമായി അവരുടെ അബോധ മനസ്സിൽ വെച്ചിരിക്കും. ആവശ്യമുള്ളപ്പോഴൊക്കെ അത് പുറത്തു വരും. വീണ്ടും നമുക്ക് തെറ്റായ ഒരു ധാരണയുള്ളത്, ഈ സെക്ഷൽ അബ്യൂസ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല എന്നാണ്. അത് വളരെ തെറ്റാണ്. നമുക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കാരണം കൗൺസിലിംഗ് അത് നല്ലൊരു, ഇതിന് എതിരെ മോട്ടിവേറ്റ് ചെയ്യാനും അയാളെ എംപവർ ചെയ്യാനും പറ്റിയ ഒരു സംഭവമാണ് കൗൺസിലിംഗ്. ശക്തമായ കൗൺസിലിംഗ് ചെയ്യുന്ന ആളുകളിലേക്ക് ഇങ്ങനെ ഒരു കുട്ടിയെ എത്തിച്ചാൽ അയാൾ പതുക്കെ അത് പറയും. കാരണം ആ കൗൺസിലറെ വിശ്വസിക്കാനുള്ള സാഹചര്യങ്ങൾ കൗൺസിലർ ഒരുക്കി കൊടുത്തില്ലെങ്കിൽ ഈ കൗൺസിലറോട് അത് പറയാൻ പോകുന്നില്ല. അവർ രണ്ടുപേര് തമ്മിലുള്ളൊരു വിശ്വാസത ഉണ്ടെങ്കിൽ അത് പറയും. അതിൽ നിന്ന് കുട്ടിയെ രക്ഷപ്പെടുത്താനായിട്ട് കഴിയും. അത് മാത്രമല്ല, നമുക്ക് ലീഗൽ അപ്രോച്ചിലേക്ക് വേണമെങ്കിൽ പോകാം. അത് അങ്ങനെ ഒരു സിസ്റ്റത്തിലൂടെ കടന്നു പോകുമ്പം കുട്ടിക്ക് ധൈര്യം കിട്ടും. എംപവർ ദ ചൈൽഡ്, അതിനുവേണ്ടി നമുക്ക് പ്രവർത്തിക്കാം. പിന്നെ ഉള്ളൊരു കാര്യം, എപ്പോഴും പെൺകുട്ടികളായിരിക്കും വിക്ടിം. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ആൺകുട്ടികളും വിക്ടിമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അടുത്ത കാര്യം പറയുന്നത്, ഈ ആൺകുട്ടികളാണ് എല്ലാം പുറത്തു പറയുക എന്നാണ്. പറയാതിരിക്കാൻ 99% ശ്രമിക്കുന്നത് ആൺകുട്ടികൾ തന്നെയാണ്, പെൺകുട്ടികളല്ല. ഇതിൻ്റെയൊക്കെ പഴി കേൾക്കുന്നത് അമ്മമാരാണോ? എന്നാൽ യഥാർത്ഥത്തില് അമ്മമാർക്ക് പലപ്പോഴും അങ്ങനെയുള്ളൊരു ധാരണ പോലും കിട്ടാത്ത രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കിട്ടിയ അമ്മമാർക്ക് അത് പുറത്തു പറയാനോ മറ്റൊരാളോട് പറഞ്ഞ് അതിനൊരു പരിഹാരം കണ്ടെത്താനോ കഴിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ബന്ധുക്കളുടെ പിടിയിൽപ്പെടുന്ന അവസ്ഥ, അവരെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നു. അപമാനം ഭയന്നാണ്, ചെയ്ത പ്രവൃത്തി തെറ്റാണെന്ന് അറിഞ്ഞിട്ടല്ല. പക്ഷെ ആ അമ്മ ഓർക്കേണ്ടത്, ഈ കുട്ടിയുടെ മനസ്സിൽ ആ ട്രോമ വിട്ടുപോവില്ല. നാളെ ആ കുട്ടിയുടെ പെരുമാറ്റത്തിൽ ഒത്തിരി വ്യത്യാസങ്ങൾ ഉണ്ടാവും. അത് അവളുടെ ജീവിതത്തെ തന്നെ ബാധിക്കും എന്ന് അറിയേണ്ടിയിരിക്കുന്നു. വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു പരാതിയാണ്.
ഈ കുട്ടികളുടെ വസ്ത്രധാരണ രീതിയാണ് ഇതിലേക്ക് മുന്നേറ്റുന്നത് എന്ന്, സാഹചര്യം ഒരുക്കുന്നത് എന്ന്. പക്ഷെ അങ്ങനെ ഒരു ധാരണ വേണ്ട. അതൊന്നുമല്ല അതിൻ്റെ പിന്നിലുള്ള കാരണം. അതായത് ദുഷ്ടമായൊരു മനസ്സും കഠിനമായൊരു ഹൃദയവും കൊണ്ടു നടക്കുമ്പോൾ വസ്ത്രധാരണം അതിനൊരു കാരണമേ അല്ല, സാഹചര്യമാണ്. ഒരു സാഹചര്യം കിട്ടിയാൽ ഈ പറഞ്ഞ ആളുകളെ ഇതിലേക്ക് കയറിപ്പോവും. നമ്മുടെ വേലിച്ച ആറിച്ചാമ്യം, ആ ചാമിയുടെ പരിസ്ഥിതി ഇത് തന്നെയായിരുന്നു. അയാൾക്ക് സാഹചര്യം കിട്ടുന്നു. ആ ബസ്, ആ ട്രെയിനിലെ ബോഗിയിൽ ഒരേ ഒരു സ്ത്രീ മാത്രമായിരുന്നു. അതാണ് അയാളുടെ സാഹചര്യം. ആ സാഹചര്യത്തിൽ ദുഷ്ടമനസ്സ് ഉള്ളിൽ നിന്ന് എഴുന്നേറ്റ് ആ സ്ത്രീയെ പുറത്തേക്ക് ചവിട്ടിയിട്ടിട്ട് അയാൾ ചാടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ വസ്ത്രധാരണ രീതി ആയിരുന്നില്ല, സാഹചര്യവും അയാളുടെ മാനസിക അവസ്ഥയുമായിരുന്നു അതിന് തയ്യാറാക്കി കൊണ്ടുപോയത്. അദ്ദേഹത്തിൽ ഉണ്ടായിരുന്ന സൈക്കോളജിക്കൽ ഡിസോർഡർ ആണ് ഗോവിന്ദച്ചാമി ഒക്കെ ആ സംഭവങ്ങളിലേക്ക് കടന്നുപോയത്. സവസര അയാളുടെ പേര് ഗോവിന്ദച്ചാമിയൻ തന്നെയല്ലേ? അതെ സർ. ആ, ഓക്കെ. അപ്പൊ അയാള് ഇത് കരുതിക്കൂട്ടി വന്നതൊന്നും അല്ല. ആക്സിഡന്റലി അവിടെ ആ സ്ത്രീ ഇരിക്കുന്നു. അത് മാത്രമല്ല, അവര് ചുറ്റുപാടുകളെ അറിയാതെ മൊബൈൽ അഡിക്റ്റ് ആയതായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയതുമാണ്. സാഹചര്യം വന്നപ്പോഴാണ് അയാൾ അത് ചെയ്തത്. ഇനി നമുക്ക് രണ്ട് രീതിയിലുള്ള സെക്ഷൽ ഇന്ററാക്ഷനെ കുറിച്ച് നോക്കാം. ഒന്ന്, സ്പർശനം ഇല്ലാതെ. രണ്ട്, സ്പർശനത്തോട് കൂടിയത്. കുട്ടിയെ പറ്റി ലൈംഗിക അപവാദങ്ങൾ ആ കുട്ടിയോട് പറയുക, നേരിട്ട് പറയുക. വീണ്ടും പറഞ്ഞു, ആ കുട്ടിയെ നഗ്നമാക്കി മാറ്റുക. വീണ്ടും സ്വയം നഗ്നത പ്രദർശിപ്പിക്കുക. ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ഈ പോണോഗ്രാഫി, നഗ്ന ചിത്രങ്ങൾ നിർബന്ധപൂർവം കാണാൻ നിർബന്ധിക്കുക, അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരിക. ഇപ്പം മറ്റുള്ളവർ ചെയ്യുന്ന ലൈംഗിക പ്രവർത്തന രീതികൾ കണ്ട് കുട്ടി ഉത്തേജിക്കട്ടെ എന്നായിരിക്കാം ആ മനസ്സിലുള്ളത്. പക്ഷെ അതല്ല അവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഇവിടെ ഒക്കെ തന്നെ നോൺ കോണ്ടാക്ട് അബ്യൂസ് ആണ്. ഇവിടെ നടന്നതെല്ലാം തന്നെ നോൺ കോണ്ടാക്ട് അബ്യൂസ് ആണ്. എന്നാലും അത് സെക്ഷൽ അബ്യൂസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നു. അടുത്തത് ശാരീരിക സ്പർശനമുള്ളതാണ്. അതെന്താണ്? കോണ്ടാക്ട് ദ പ്രൈവറ്റ് പാർട്ട് വിത്തൗട്ട് ദെയർ പെർമിഷൻ. സ്വകാര്യ ഭാഗങ്ങളിൽ തൊടാൻ അനുവാദം നൽകാതെ തന്നെ തൊടുന്നത്. അപ്പോൾ ആൺകുട്ടിയാവാം, പെൺകുട്ടിയാവും. പിന്നെയോ പെനിട്രേറ്റിംഗ് ദ പ്രൈവറ്റ് പാർട്സ്, അതും ശക്തമായ പെനിട്രേഷൻ ഉണ്ട് ഇവിടെ. അത് മാത്രമല്ല, ഈ അവരില് നിർബന്ധപൂർവമുള്ള പോണ്ടിങ്, കെട്ടി പിടിക്കുന്നത്, ശക്തമായ ഉമ്മ വയ്ക്കുന്നത്, ഇതെല്ലാം തന്നെ ഇവരില് ശാരീരികമായ ഭാഗങ്ങളിൽ ടച്ച് ചെയ്തുകൊണ്ട് കയറിപ്പോകുന്ന അവസ്ഥയാണ്. അത് ശക്തമായ ഇവർക്ക് ഉണ്ടാകുന്നു. ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ച ഈ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ആ ശാരീരിക സൂചനകൾ എന്താണ് എന്നാണ് എനിക്ക് ഞാൻ അടുത്ത് പറയാനുള്ളത്. ഇതിന്റെ ഒരു ഏകദേശ രൂപം ഞാൻ പറഞ്ഞു. ഇനി ഇങ്ങനെ സംഭവിച്ച വിക്ടിമിന് അയാളുടെ ശാരീരികമായി അയാളുടെ കണ്ടാൽ എന്താണ് സംഭവിച്ചിരിക്കുക എന്ന് ഊഹിക്കാൻ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, അയാളിൽ സംഭവിച്ചത് ജെനറ്റിക്കൽ ഇഞ്ചുറി, പരിക്കുകൾ സംഭവിച്ചിരിക്കാം. രണ്ടാമത്തത്, അതിശക്തമായ വിരൽ കുടിക്കുക. ഒരു വിരലൊന്നും അല്ല കുടിക്കുക, 3 വിരലും വായിലിട്ട് ആത്മാർത്ഥമായി കുടിക്കുന്ന, തീവ്രമായി കുടിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ CSIയുടെ റിസൾട്ടാണ് ഇത് പ്രായോഗികമായിട്ടും. ഇൻഫ്ലമേഷൻ ഇൻ വജൈന, ശാരീരിക ബുദ്ധിമുട്ടാണ്. ഇൻഫ്ലമേഷൻ ഇൻ വജൈന ആൻഡ് വജൈനൽ ഓർ പീനിയൽ ഡിസ്ചാർജസ്, അതും സംഭവിച്ചുകൊണ്ടിരിക്കും. ആനൽ കംപ്ലൈൻസ്, ബ്ലീഡിങ്, അത് മാത്രമല്ല പെയിൻ, ഇതൊക്കെ ഇതിനോട് ചേർന്ന് ശാരീരികമായി ഇര അനുഭവിക്കുകയും അത് നമ്മുടെ മുൻപിൽ കാണുകയും ചെയ്യുന്നു. പെയിൻ ഓൺ യൂറിനേഷൻ,
മൂത്രമൊഴിക്കലുമായി ബന്ധപ്പെട്ട് വളരെ കഷ്ടപ്പാടുകളുണ്ട്. യൂറിനറി ട്രാക്ട് ഇൻഫ്ലമേഷൻ, ഇൻഫെക്ഷൻ. ഫൈനലി പെൺകുട്ടിക്ക് താങ്ങാവുന്ന അതിൻ്റെ അവസാനമാണ് പ്രഗ്നൻസി. ആൺകുട്ടി അതിൽ നിന്ന് രക്ഷപ്പെടും, പ്രകൃതിയുടെ വികൃതിയാണ്. അതിൽ പെൺകുട്ടി അവസാനം അനുഭവിക്കുന്ന അവസാന രംഗം പ്രഗ്നൻസിയാണ്. എല്ലാവരും അതിലേക്ക് വരണമെന്നില്ല, പക്ഷെ പ്രഗ്നൻസി ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്, ഫിസിക്കൽ റിസൾട്ടാണ്. ഇനി ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതിലൂടെ ഈ കുട്ടികളിൽ, ഈ ഇരകളിൽ ഉണ്ടാകുന്ന സ്വഭാവം, അതെന്തൊക്കെ മാറ്റങ്ങളാണ് കഴിയുന്നത് എന്ന് നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട കാര്യം, സ്കൂൾ പഠന നിലവാരം തകർന്നടിയും. ഇങ്ങനെ സംഭവിച്ച ഇവർക്ക് സ്കൂൾ പഠനം ഒരു മിഥ്യയായി മാറുന്നു. അല്പം പോലും ശ്രദ്ധിക്കാൻ കഴിയാതെ തകർന്നു വീഴുന്ന ഒരവസ്ഥയാണ്. വൈകാരികമായ അടിമത്വത്തിലേക്ക് അവർ പോകും. അവർക്ക് നിവർന്നു നിൽക്കാൻ തോന്നില്ല. മറ്റൊരാളുടെ മുഖത്തേക്ക് നോക്കാൻ വിഷമമാണ്. വൈകാരികമായി അവർ തളർന്നു പോകും. ചെറിയ കുട്ടികളിലാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അവർക്ക് ശക്തമായ ദേഷ്യം, അസഹിഷ്ണുത, ഒന്നിനോടും ഒരു അടുപ്പവുമില്ലാത്ത ഒരവസ്ഥയുണ്ടാവും. ഉറക്കമില്ലാത്ത അവസ്ഥ. അതിൽ പ്രത്യേകിച്ച് ഡീപ്പ് സ്ലീപ്പ്. നമുക്ക് സാധാരണ ഒരു ഉറക്കം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോട്ടെ, ഡീപ്പ് സ്ലീപ്പ് 1 മണിക്കൂർ കിട്ടിയാൽ ഏതാണ്ടൊക്കെ നമുക്ക് ഒപ്പിച്ച് പോകാം. പക്ഷെ ഇവരിൽ നഷ്ടപ്പെടുന്നത് ഉറക്കത്തോടൊപ്പം ഈ ഡീപ്പ് സ്ലീപ്പ് കൂടെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് അവരിലുള്ളത്. മാത്രമല്ല, ഈറ്റിംഗ് ഡിസോർഡേഴ്സ്, വാരി വലിച്ച് തിന്നുക, വേണമെങ്കിലും തിന്നുക, പിന്നെ ഒട്ടും തിന്നാതിരിക്കുക എന്നതിനേക്കാൾ ഏറെ വാരി വലിച്ച് അധികമായി നേരത്തെ കഴിച്ചതിൻ്റെ ഇരട്ടി കഴിച്ചിട്ട് പിന്നെയും പോരാ എന്നൊരു തോന്നൽ അവരിൽ ഉണ്ടാകും. ഈറ്റിംഗ് ഡിസോർഡേഴ്സ് കാണാം. സങ്കടമുള്ള കാര്യം, സ്വാഭിമാനം, സെൽഫ് എസ്റ്റീം അവരിൽ നിന്ന് അകന്നു പോകും. അതിശക്തമായ ആങ്സൈറ്റി ഉണ്ടാവുന്നു. തുടർന്ന് വിഷാദത്തിലേക്കും അവർ പോകും. വിഷാദത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരിക്കാൻ അവർക്ക് തോന്നുകയില്ല. അവിടെയാണ് നാം പറയുന്ന ഒളിച്ചോട്ടത്തിലേക്ക് പോവുക. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിൽ നിന്നൊരു കുട്ടി പോയി, അവനെ കണ്ടുകിട്ടിയത് നോർത്ത് ഇന്ത്യയിൽ നിന്നാണ്. ക്യാമറയിലൂടെ അവൻ കയറിയ ട്രെയിൻ ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ, അതിൽ ആ കുട്ടി കയറുന്നത് കണ്ടു. വടക്കോട്ട് പോയ ട്രെയിനാണ്. ആ ട്രെയിൻ എവിടെയാണ് എൻഡിങ്, അവിടെ നമ്മുടെ പോലീസ് സംഘവും മറ്റുമൊക്കെ നിന്ന് ആ കുട്ടിയെ പിടിച്ച് തിരിച്ചു കൊണ്ടുവന്നു. അപ്പൊ അവിടെ അവൻ ആരോടും പറയാനില്ല. സെൽഫ് എസ്റ്റീം നഷ്ടപ്പെട്ടു. വിഷാദം വന്നു, ഒളിച്ചോട്ടം തുടങ്ങി. കഴിഞ്ഞില്ല, ഡ്രഗ് ഓർ ആൽക്കഹോൾ അഡിക്ഷനിലേക്ക് തിരിച്ചു പോകും. അവന് മറ്റൊരാളോട് സംസാരിക്കാനില്ല, അവൾക്ക് മറ്റൊരാളോട് സംസാരിക്കാനില്ല. സ്വയം താന്ന് അഡിക്ഷനിലേക്ക് പോകുന്നു. അത് ഡ്രഗ് അഡിക്ഷൻ ആവാം, ആൽക്കഹോൾ അഡിക്ഷൻ ആവാം. പിന്നീട് ഇവിടെ എന്നെ ഒന്നിനും പറ്റില്ല എന്നൊരു തോന്നലോടുകൂടി വരുമ്പോൾ ആത്മഹത്യാ ചിന്ത വരുന്നു. ആത്മഹത്യ ചെയ്യാനുള്ള ട്രയൽസ് അവർ നോക്കുന്നു. പിന്നെ പരീക്ഷണം അങ്ങോട്ടാണ് മുന്നേറുന്നത്. ഇനി ഇവിടെ ഒരു കാര്യം കൂടി ഉള്ളത്, സെൽഫ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്ലേ ഓൺ സെക്സ് നടത്താറുണ്ട്. അത് നടത്തുന്നത് താഴെയുള്ളവരോടല്ല, തന്നേക്കാൾ പ്രായം കൂടിയവരോടാണ് അവരതിനടുത്ത് വരുന്നത്. ഇൻഅപ്രോപ്രിയേറ്റ്, ഞാൻ അപ്രോപ്രിയേറ്റ് എന്ന് പറഞ്ഞ് തെറ്റാണ്. ഇൻഅപ്രോപ്രിയേറ്റ് സെക്ഷൽ അറ്റാച്ച്മെന്റ് ടു ദി എബോവ് ഓൾഡ് പീപ്പിൾ. അവനേക്കാൾ ഉയർന്ന പ്രായമുള്ളവരുമായിട്ട് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് സെക്ഷൽ ആക്ഷൻ നടത്താൻ അവൻ ശ്രമം നടത്തുന്നത് കാണും. ഏറ്റവും അവസാനമായിട്ട് ഇതിൽ അവർക്ക് നഷ്ടപ്പെടുന്നത് പിയർ ഗ്രൂപ്പിനോട് ചേർന്ന് പോകാൻ ഒക്കുകയില്ല. സമപ്രായക്കാരോട് ഇന്ററാക്ട് ചെയ്യുന്നതിനോ അവരുമായി ഒത്തുപോകുന്നതിനോ തയ്യാറാവുന്ന അവസ്ഥ ഇല്ല. ഇനി വീണ്ടും ഭൗതിക തലത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്? കോഗ്നിറ്റീവ് ബേസ്, അവിടെ
ചില ഇൻഡിക്കേഷൻസ് നമുക്ക് തരും. ഈ കുട്ടി ഇതിൽ പെട്ടുപോയി എന്ന് വരുന്ന അവൻ ചെയ്യുന്നത് എപ്പോഴും ഞാൻ തെറ്റ് ചെയ്തു എന്ന് സ്വയം പറഞ്ഞ് സ്വയം ശപിച്ചു കൊണ്ടുപോവുകയാണ്. ഞാൻ തെറ്റ് ചെയ്തു. രണ്ടാമത്തത് ചിന്ത, മറ്റുള്ളവർ എന്നെ തെറ്റുകാരിയായി കാണും, എന്നെ തെറ്റുകാരിയായി മറ്റുള്ളവർ ചിന്തിക്കുന്നു എന്ന് പറയുകയാണ്. വീണ്ടും അവൻ്റെ ഉള്ളിലുള്ള വേദന, ആരും എന്നെ വിശ്വസിക്കുകയില്ല, ആരും എന്നെ വിശ്വസിക്കുകയില്ല, ഞാൻ തെറ്റുകാരിയാണെന്ന് ഇവരെല്ലാം പറയും, ഞാൻ തെറ്റുകാരനാണെന്ന് ഇവരെല്ലാം പറയും, ഞാൻ തെറ്റുകാരനാണ്, ഞാൻ തെറ്റുകാരനാണ്. സ്വന്തം മനസ്സിനോട് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി എനിക്കാരോടും ഒന്നും പറയാനില്ല. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ, ഞാൻ കള്ളനാണെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ആരോട് ചെന്ന് പറയുക? അവയാൾ സ്വയം തീരുമാനിക്കുന്നു, ഇനി എനിക്കാരോടും ഒന്നും പറയാനില്ല, ഞാൻ അശക്തനാണ്, ഞാൻ അശക്തനാണ്. നെഞ്ചിൽ കൈവച്ച് അയാൾ സ്വയം പറയുകയാണ്, ഞാൻ ഉണർന്ന് പ്രവർത്തിക്കാൻ വൈകിപ്പോയി, എനിക്ക് തിരിച്ച് അതിനെ നേരിടണമായിരുന്നു, അത് വൈകിപ്പോയി. അങ്ങനെ സ്വയം പറയുകയാണ്. ഇനി ഒരു അവസരം കിട്ടിയാൽ പോലും എനിക്ക് ശക്തി നേടാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള ചൈൽഡ് ട്രോമയിലാണ് പിന്നെ വളരുന്നത്. അതാണ് മനസ്സിൽ കിടക്കുന്നത്. നമ്മൾ ഒരു കാര്യം ആലോചിക്കുക, ചെറുപ്പകാലം സന്തോഷം നിറഞ്ഞതാണെങ്കിൽ അയാളുടെ അഡൽട്ട്ഹുഡ്, പ്രായവും മുന്നോട്ട് പോകുന്തോറും സന്തോഷവാനായിരിക്കും. ഇവിടെ ചെറുപ്പത്തിൽ ട്രോമകളെ കൊണ്ടാണ് പോകുന്നതെങ്കിൽ അതിൻ്റെ റിസൾട്ട് ആയിരിക്കും പ്രായമെത്തുമ്പോൾ, അഡൽട്ട് ആകുമ്പോൾ അവനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക മാനസികമായിട്ട്. ഇനി എന്തെല്ലാം ഇമ്പാക്റ്റുകളാണ് കുട്ടിയിൽ ഉണ്ടാവുന്നത്? ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് അവനിൽ എന്തൊക്കെ ഫലമാണ് അവനിൽ നിന്ന് പുറത്തു വരിക? ഫിസിക്കലായിട്ടുള്ള ഫലം, ആദ്യത്തത് ക്രോണിക് പെൽവിക് പെയിൻ, അവൻ്റെ പേശികളിൽ വേദന, ഹൈപ്പർ ടെൻഷൻ കയറി വരുന്നു, മാൽ ന്യൂട്രീഷൻ, കാരണം അവൻ്റെ ഈറ്റിംഗ് പ്രോസസ്സ് വളരെ മോശമാണ്. അടുത്തത് പ്രോബ്ലം വിത്ത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, വീണ്ടും കോൺസ്റ്റന്റ് ഇൽനെസ്, തുടർച്ചയായി ഒരു രോഗം മാറിക്കഴിഞ്ഞ് അടുത്ത രോഗത്തിലേക്ക് അയാൾ കയറി വരികയാണ് ചെയ്യുന്നത്. കാരണം അയാളുടെ ഉള്ളിനുള്ളിൽ ഭയപ്പാടോടുകൂടിയ, സെൽഫ് എസ്റ്റീം ഇല്ലാത്ത, സ്വയം ശിക്ഷിക്കുന്ന ഒരവസ്ഥയാണ്. ആ അവസ്ഥയിൽ ഉണ്ടാവുന്ന അസുഖങ്ങളുടെ പരമ്പരയാണ് ഈ പറഞ്ഞത്. ഇത് ശാരീരികമായ ബുദ്ധിമുട്ടുകളാണെങ്കിൽ ഇമോഷണലായിട്ട് വീണ്ടും ഇമ്പാക്റ്റ് ഉണ്ട്. അയാളിൽ ആ ഫലം അനുഭവിക്കുന്നത് ഇങ്ങനെയാണ്. ഷെയിം, നാണക്കേടിൻ്റെ പൂരമായിരിക്കും ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാവുക. സെൽഫ് ഷെയിം, സ്വയം ഇതാവുന്നു. സെൽഫ് ബ്ലെയിം, അയാൾ സ്വയം തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, തന്നെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. മൊത്തമായി ഷെയിം അയാൾക്കുണ്ട്. ആ ഷെയിമിന് ഉത്തരവാദി ഞാനാണ് എന്ന് സ്വയം പറഞ്ഞു കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അവിടെയും ഡിപ്രഷനും ആങ്സൈറ്റിയും, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, ട്രോമാറ്റിക്കിന് ശേഷമുള്ള, ട്രോമയ്ക്ക് ശേഷമുള്ള ഒരു ഡിസോർഡർ, സ്ട്രെസ്സാണത്, ആങ്സൈറ്റിയാണ്. ആ ഓർഡർ നമുക്ക് ഡിസോർഡർ നമ്മളിലേക്ക് കയറി വരും. അപ്പോൾ PTSD അത് കയറി വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, സെൽഫ് എസ്റ്റീമിൽ പ്രശ്നമുണ്ടെങ്കിൽ അയാൾക്കൊന്നും ചെയ്യാനൊക്കില്ല. സ്വയം വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അയാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. മുന്നിലുള്ളതെല്ലാറ്റിനെയും സംശയദൃഷ്ടിയോടുകൂടി മാത്രമേ അയാൾക്ക് കാണാൻ കഴിയുള്ളൂ. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി, ഒന്ന് അങ്ങോട്ട് പോവും, തിരിച്ചിങ്ങോട്ട് വരും. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി അയാളുടെ കൂടപ്പിറപ്പായിട്ട് വരും. പിന്നെയോ സൂയിസൈഡൽ ഐഡിയേഷൻ, നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങൾ തന്നെയാണ്. ആത്മഹത്യാ പ്രവണത, ഐഡിയേഷൻ അയാളിൽ കയറി വരും. ഇനി അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫിയർ ഓഫ് റീവിക്ടിമൈസേഷൻ ഇൻ ദി അഡൽട്ട്ഹുഡ്. വീണ്ടും ഞാൻ പീഡിപ്പിക്കപ്പെടുമോ? ഞാൻ വളർന്നു വരികയാണ്, എന്നെ വീണ്ടും പീഡിപ്പിക്കുമോ? അഡൽട്ടിലേക്ക് കയറുമ്പോൾ ഈ റീവിക്ടിമൈസേഷൻ, വീണ്ടും ഞാൻ അതിൻ്റെ ഇരയാകുമോ എന്ന ഭയം
ഓരോ സെക്കൻഡിലും അയാളിൽ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുമ്പോൾ സാഡ്നെസ്, ആങ്കർ, ഗിൽട്ട്, സെൽഫ് ബ്ലെയിം, അയാൾക്ക് ടോട്ടൽ കൺഫ്യൂഷനാണ് വരിക. ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടത്, ഞാൻ എങ്ങോട്ടാണ് നീങ്ങേണ്ടത്? അയാളൊരു കൺഫ്യൂഷൻ ഇറയിൽ വന്ന് നിൽക്കുന്നത് കാണാം. ഇയാൾക്കുണ്ടാവുന്ന മറ്റൊരു അപകടം ലെസ് ഇമോഷണൽ സ്റ്റെബിലിറ്റി. വൈകാരികമായിട്ട് ഒരു നില ഉണ്ടാവില്ല. ഒന്നുകിൽ അപ്പിൽ പോവും, അല്ലെങ്കിൽ ഡബിളിൽ പോവും. ഒരു സ്റ്റെബിലിറ്റി, വൈകാരികമായ സ്റ്റെബിലിറ്റി അയാൾക്ക് ഉണ്ടാവില്ല. സൈക്കോ സോഷ്യൽ ഇമ്പാക്റ്റ് ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അയാള് മിക്കവാറും അഡിക്ഷനിലേക്ക്, അതായത് നമ്മുടെ സബ്സ്റ്റൻസ് അബ്യൂസിലേക്ക് അയാൾ പോകും, മദ്യത്തിലേക്ക് പോകും, മയക്കുമരുന്നിലേക്ക് പോകും. അവിടെ വേറെ ചിന്തകൾക്ക് ആവശ്യമില്ല, അത് പെട്ടുകഴിഞ്ഞാൽ അതിൽ തന്നെ. മാത്രമല്ല സെൽഫ് ഇൻജുറി, സ്ത്രീകൾക്കാണ് അത് കൂടുതൽ. സങ്കടം വരുമ്പോൾ തല നെറ്റി കൊണ്ട് ചുമരിലിടിക്കുക, കൈകൾ കടിച്ചു വലിക്കുക, കൊണ്ടുപോയി ചുമരിൽ കൈകൾ കൊണ്ട് ഇടിക്കുക. അതൊക്കെല്ലാം സെൽഫ് ഇൻജുറിയാണ്. അവർക്ക് അവരോട് ഉത്തരം കിട്ടാതെ വരുമ്പോൾ ചെയ്യുന്ന കാര്യമാണ്. അവരുടെ ജീവിതം മൊത്തം സ്ട്രെസ്ഫുൾ ലൈഫ് ഇവന്റ്സ് ആണ് അവർക്ക് കിട്ടുന്നത് മുഴുവൻ സ്വയം ഉണ്ടാക്കിയെടുത്തതാണ്. ഒരു ചെറിയ ചൂണ്ടയെ ഇട്ടുകൊടുത്തുള്ളൂ, അതിൽ കുരുങ്ങിപ്പോയി. അതിന്റെ റിസൾട്ടാണ് ഈ വളർന്നു വരുന്ന ഓരോ സ്റ്റേജിലും ആ കുട്ടി അനുഭവിക്കുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? അയാള് സോഷ്യൽ വിഡ്രോവൽ, സൊസൈറ്റിയിലേക്ക് ഇറങ്ങാൻ അയാൾക്ക് പറ്റില്ല. കാരണം അയാൾ അയാളെ തന്നെ ബ്ലെയിം ചെയ്തുകൊണ്ടാണ് പോകുന്നത്. മറ്റുള്ളവർ എന്നെ അങ്ങനെയാണ് കാണുന്നത് എന്ന ചിന്തയിലാണ് പോകുന്നത്. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നു? സൊസൈറ്റിയിൽ നിന്ന് സോഷ്യൽ വിഡ്രോവൽ നടത്തുന്നു. കഴിഞ്ഞില്ല, ഏറ്റവും മോശമായ പുവറസ്റ്റ് സോഷ്യൽ സ്കില്ലായിരിക്കും അയാൾക്കുണ്ടാവുക. നമുക്കും ജീവിക്കാൻ മുന്നോട്ട് പോകണമെങ്കിൽ സൊസൈറ്റിയിൽ സ്കിൽ വേണം, സോഷ്യൽ സ്കിൽ വേണം. അത് അയാൾക്ക് കിട്ടില്ല. കാരണം അയാൾ അയാളെ തന്നെ ചെറുതായി കൊണ്ടുവരികയാണ്. ലെസ് അറ്റൻഷൻ. നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് പലതും ശ്രദ്ധയോടെ കൂടിയാണ് ചെയ്യുന്നെങ്കിൽ അയാൾ എന്തെങ്കിലും ചെയ്യും, കിട്ടിയാൽ കിട്ടി, പോയാൽ പോകും. വീണ്ടും ഹെൽപ്ലെസ്നെസ്, ഹോപ്പ്ലെസ്നെസ്. ഈ രണ്ട് ലെസ്നെസ് വന്നു കഴിഞ്ഞാൽ ആത്മഹത്യയിലേക്ക് പോകാൻ ഒരു വിഷമവുമില്ല. ഹോപ്പ്ലെസ്നെസ് ആൻഡ് ഹെൽപ്ലെസ്നെസ്. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, എന്നെ ആർക്കും വേണ്ട, എനിക്ക് എന്നെ തന്നെ വേണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് എന്ന ഈ ആത്മഹത്യാ പ്രവണത അയാളിലേക്ക് കയറി വരുന്നു. അതുകൊണ്ട് കഴിഞ്ഞില്ല, ഇയാൾ മറിച്ചൊരു തീരുമാനം എടുത്താൽ സെക്ഷൽ ഒഫൻഡറായി മാറും. അത് ഞാൻ പുറകിൽ പറയുന്നുണ്ട്. അയാൾ തിരിച്ചു ചെയ്യാനുള്ള ഒരു സമ്മർദ്ദം ചിലപ്പോൾ അയാളുടെ ഉള്ളിലേക്ക് കയറി വരും. അയാൾക്ക് ഇന്റിമസി ഉണ്ടാവില്ല, ആരോടും അടുപ്പമുണ്ടാവില്ല. അൺസ്റ്റേബിൾ റിലേഷൻഷിപ്പ്, സ്റ്റേബിൾ ആയിട്ട് ഒരു റിലേഷൻഷിപ്പും ഉണ്ടാവില്ല. അത് നമുക്ക് പലരെയും കണ്ടാൽ, നമ്മളുമായിട്ട് ബന്ധപ്പെടുമ്പോഴും നമുക്ക് തോന്നും, ഇയാൾ ഇന്നലെ നമ്മളോട് ഭയങ്കര ക്ലോസ് ആയിരുന്നു, അത് കഴിഞ്ഞത് അപ്പുറത്തോട്ട് പോകുന്നു, നമ്മുടെ അടുത്തേക്ക് വരുന്നില്ല. സ്റ്റെബിലിറ്റി ഇല്ല, അയാളുടെ ക്യാരക്ടറില്, ബിഹേവിയറിൽ ഉണ്ടായ പ്രശ്നമാണ്. ഇനിയോ സെക്ഷൽ അബ്യൂസ് ഇൻ അതർ ഫോംസ്. അത് അയാളുടെ പാർട്ടിലായിരിക്കും. അയാൾ അബ്യൂസറായി മാറും. അതാണ് പറഞ്ഞാൽ വന്നത്. അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങനെയൊക്കെയാണ്. ഞാൻ ആദ്യം നമ്മുടെ മക്കളെ കുറിച്ചുള്ള പ്രതീക്ഷകളും സന്തോഷവും ഞാൻ പറഞ്ഞു. ആ സന്തോഷത്തിലൂടെ കടന്നു വരേണ്ട മക്കളുടെ അവസ്ഥ ഈ രീതിയിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഇത് എങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാം. പ്രിവെന്റീവ് മെഷേഴ്സ് എന്തൊക്കെയാണ്? അത് രണ്ടാക്കി തിരിക്കുന്നു. 9 തൊട്ട് 14 വയസ്സ് വരെ ഉള്ളവരോടും 14 to 18 വയസ്സുള്ളവരോടും വ്യത്യസ്തമായ രീതിയിൽ വേണം കുടുംബത്തിലുള്ളവരും അവരുമായിട്ട് ബന്ധപ്പെടുന്ന നല്ല ബന്ധമുള്ളവരും ഇടപെടേണ്ടത്. ഒന്ന്, ഈ കുട്ടികൾ 9 തൊട്ട് 14 വയസ്സ് വരെയുള്ള കുട്ടികൾ അറിയേണ്ടത് നോ യുവർ ബോഡി. ഞാൻ എൻ്റെ ശരീരം എൻ്റെതാണെന്ന് ഉറപ്പിക്കുക. അത് പാരൻസ് പറഞ്ഞു കൊടുക്കണം. എൻ്റെ ശരീരം എൻ്റേതാണ്. അങ്ങനെയാണെങ്കിൽ ഗുഡ് ടച്ച് ആൻഡ് ബാഡ് ടച്ച് അതും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം. അതാണ് പ്രിവെന്റീവ് മെത്തേഡിൽ ആദ്യത്തേത്. 9 to 14 വയസ്സ് ഉള്ള കുട്ടികൾക്ക് എൻ്റെ ശരീരം എൻ്റെതാണ്,
അതിശുദ്ധമായി സൂക്ഷിക്കേണ്ടത് എൻ്റെ കർത്തവ്യമാണ്. അതുപോലെ ആ കുട്ടിക്ക് ഗുഡ് ടച്ച് എന്താണ്, ബാഡ് ടച്ച് എന്താണ്, മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്നത് അത് പറഞ്ഞു കൊടുക്കണം. സേഫ് ടച്ച് ആൻഡ് അൺസേഫ് ടച്ച് അതെന്താണെന്ന് നോക്കിയാൽ, സേഫ് ടച്ച് എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു തലോടൽ കുട്ടിക്ക് ആരോഗ്യകരമായും സന്തോഷകരമായും ഉള്ളതായിരിക്കണം. കുട്ടിയെ സന്തോഷിപ്പിക്കുന്ന ഒരു തലോടൽ. ഇപ്പൊ നമ്മുടെ മുന്നിൽ ഒരു കുട്ടി വന്നു, അവരെ നമ്മൾ തലോടുന്നു, ആ കുട്ടിക്ക് അത് സന്തോഷമായാൽ ഓക്കെ, അത് സേഫാണ്. എന്നാൽ ആ തലോടൽ സെക്ഷൽ എൻഡിങ്ങിലാണ് പോയി നിൽക്കുന്നെങ്കിൽ കുട്ടിക്ക് അസ്വസ്ഥത വരും, കുട്ടിക്ക് സന്തോഷം വരുന്നില്ല. അവിടെ കുട്ടിയിൽ സംശയം ജനിപ്പിക്കുന്നു, കുട്ടിയുടെ സേഫ് കോർണർ കുട്ടിക്ക് ഉണ്ടാവില്ല. ആ കുട്ടി ആ പരവശനായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇത്തരം തുടലുകൾ, ഇത്തരം ടച്ചുകൾ അൺസേഫ് ആണ്. കുട്ടിക്ക് അസ്വസ്ഥമായ ഭാവം ഉണ്ടാക്കുന്നത്, വിഷമമുണ്ടാക്കുന്നത് എല്ലാം അൺസേഫ് ടച്ചാണ് എന്ന് നമ്മൾ അറിയണം. അത് കുട്ടി മനസ്സിലാക്കിയാൽ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള കാര്യം. ഈ അൺസേഫ് ടച്ചിൽ അല്പം ഗുരുതരമായ ടച്ചുണ്ട്. അതായത് അടിക്കുക, ഇടിക്കുക, മുടി കുത്തിപ്പിടിച്ച് വലിക്കുക, തലയോട് ചേർത്ത് വടിക്കുക, ശക്തമായ കെട്ടിപ്പുണരുക, ആ കുട്ടി എത്ര തട്ടിയാലും ചുണ്ടുകളിലെ ചുംബനം ഇല്ലാതിരിക്കാൻ സമ്മതിക്കാത്തൊരവസ്ഥ, ഇതൊക്കെ കഠിനമായ അൺസേഫ് ടച്ച്. അതെല്ലാം ആ കുട്ടികളിലേക്ക് നമുക്കാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അതില് ക്രിയേറ്റ് എ പേഴ്സണൽ സ്പേസ്. എനിക്കും നിങ്ങൾക്കും ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ട്. അത് എന്താ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് അറൗണ്ട് അസ്. നമ്മുടെ കൈ അകലത്തിലുള്ള സ്ഥലം ചുറ്റും, അതാണ് നമ്മുടെ പേഴ്സണൽ സ്പേസ്. നമ്മൾ പറയാറുണ്ട്, ഒരു കൈയകലം വിട്ടു നിന്ന് സംസാരിച്ചു. നമ്മുടെ കൈ നീട്ടിയാൽ ഒരു അകലുണ്ട്, ആ അകലം ഉള്ളിലുള്ളത് നമ്മുടെ സ്വന്തമാണ്. അതാണ് പേഴ്സണൽ സ്പേസ്. ആ അകലത്തിനകത്തേക്ക് നമ്മുടെ പെർമിഷൻ ഇല്ലാതെ വന്നാൽ നാം അകലം കൂട്ടുക, നോ പറയുക, അസർട്ടീവ് ആകുക. അപ്പോൾ സെൽഫ് സ്പേസിലേക്ക് ഒരാൾ കടന്നു വരുമ്പോൾ നാം അസ്വസ്ഥമാകുന്നു. അവിടുന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നാം തന്നെ മുന്നിൽ. ഒന്നുകൂടെ പറയാണ്, ഒരു കൈ അകലമാണ് നമ്മുടെ സ്പേസ്, പേഴ്സണൽ സ്പേസ്. ഭാര്യയും ഭർത്താവും വഴക്കുണ്ടാക്കുമ്പോൾ ഭർത്താവ് തല്ലാനുള്ള തയ്യാറുള്ളൊരു മനുഷ്യനാണെങ്കിൽ ഭാര്യ എപ്പോഴും ഒരു കൈ അകലം നിൽക്കണം. അയാളുടെ വികാരം പെട്ടെന്ന് വരികയും കൈ ഒന്ന് അമർത്തിക്ക് എടുത്തു കഴിഞ്ഞാലും അടിച്ചു കഴിഞ്ഞാലും നമുക്ക് ശരീരത്തിൽ കൊള്ളാത്ത ഒരകലം, അത് ഭർത്താവിന്റെ സ്പേസിൽ നിന്ന് നമുക്കൊരു സ്പേസ് ഉണ്ടാക്കി മാറി നിൽക്കുക. അപ്പൊ രണ്ട് കൈയകലം വരും. ഭർത്താവിന്റെ ഒരു കൈയകലവും സ്ത്രീയുടെ കൈയകലവും, രണ്ട് കൈയകലങ്ങൾ വരുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന ഒരു അടി കൊള്ളില്ല, കാരണം അവിടെ എത്തില്ല. ഇനി ഇത് 15-18 വയസ്സുള്ള ആളുകളിലേക്ക് കയറിപ്പോയാലോ, കൗമാരക്കാർ അറിയേണ്ടത് വീണ്ടും എൻ്റെ ശരീരത്തിന്റെ അവകാശി ഞാനാണ്. ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ്. ഇവിടെയും സ്പേസ് വേണം, സെൽഫ് സ്പേസ് വേണം. അതുപോലെ തന്നെ ആ സ്വകാര്യതയിലേക്ക് കടന്നു വരുന്ന ആളെ എതിർക്കാനുള്ള ധൈര്യം, എങ്ങനെയാണ് എതിർക്കേണ്ടത് എന്നുകൂടെ പഠിച്ചു വയ്ക്കുക. നമ്മുടെ സ്വകാര്യ ശരീരഭാഗത്തെ തൊടാനോ സ്വകാര്യ ഭാഗങ്ങളിലേക്ക് കയറിക്കൂടാനോ നമ്മൾ അനുവദിക്കരുത്. അവിടെ ഏറ്റവും ശക്തമായി അസർട്ടീവായിക്കൊണ്ട് തന്നെ നോ എന്ന് പറയുകയും, നാം നിൽക്കുന്ന ഭാഗത്തു നിന്ന് പുറത്തേക്ക് നീങ്ങണമെങ്കിൽ പുറത്തേക്ക് നീങ്ങാം, ശബ്ദമുണ്ടാക്കേണ്ടതാണെങ്കിൽ ശബ്ദമുണ്ടാക്കാം. രക്ഷപ്പെടാൻ എന്തു മാർഗമെന്ന് സാമാന്യ ബുദ്ധി 14-18 വയസ്സായ കുട്ടിക്ക് ഉണ്ടാവും. അത് അവർ പ്രകടിപ്പിക്കുക. അത് പ്രകടിപ്പിക്കാൻ ഉള്ള അനുഭവങ്ങൾ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുക, പേരൻസ് പറഞ്ഞു കൊടുക്കുക. ഇനി ഈ നമ്മുടെ കൗമാരക്കാർക്ക്, കൗമാരത്തിന്റെ ആ കാലഘട്ടത്താണ് പരസ്പരം പ്രൈവറ്റ് പാർട്സ് കാണാൻ
ആഗ്രഹം പ്രകടിപ്പിക്കുകയും തൊടാൻ ആഗ്രഹം പ്രകടിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അരുത്. ഇന്നത്തെ അവസ്ഥയിൽ ചിത്രങ്ങൾ, സ്വന്തം ചിത്രങ്ങൾ, ന്യൂഡ് ഫിലിംസ് അയച്ചു കൊടുക്കാൻ പറയും. അയച്ചു കൊടുക്കരുത് മാത്രമല്ല, അയച്ചു കൊടുക്കുന്നത് കുറ്റകരമാണ്, ശിക്ഷിക്കപ്പെടുന്ന ഒരു കുറ്റകരമാണ് എന്നുകൂടി അവരറിയട്ടെ. അത് ബലപൂർവം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം സ്വയം പഴിച്ച് തള്ളിക്കളയാനുള്ളതല്ല. പറ്റിയത് പറ്റി, ഇനി മുന്നോട്ട് എനിക്ക് പോയേ പറ്റൂ. ഞാൻ അറിഞ്ഞല്ല അത് ചെയ്തിരിക്കുന്നത്, എന്നെ ബലാത്കാരമാണ് അത് ചെയ്തിരിക്കുന്നത് എന്ന ആത്മവിശ്വാസം ആ കുട്ടിക്ക് കൊടുക്കണം. നീ എങ്ങനെ പഴയായിപ്പോയല്ലോ, നീ അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. കുട്ടിയെ 2 തവണ അങ്ങനെ പറഞ്ഞാൽ എന്തായാലും പഴയായി, ഞാൻ പഴയാവട്ടെ. കുട്ടി ചിന്തിച്ചാൽ നമ്മുടെ ഉദ്ദേശം പ്രിവെൻഷൻ നടക്കില്ല, അവിടെ സപ്പോർട്ടിങ് ആണ്. നീ എന്തോ ആയിക്കോ എന്നുള്ളതാണ് അവിടെ നടക്കുക. അപ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ച നിലയ്ക്ക് ഞാൻ ഇനി എന്തിനു ജീവിച്ചിരിക്കുന്നു എന്ന് കൗമാരക്കാരൻ ചിന്തിക്കണ്ട. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇമ്മീഡിയറ്റ് ആക്ഷൻ നടക്കുന്നത് അവന്റെ പക്ഷത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ കൗമാരക്കാരാണ് പലപ്പോഴും വൈരാഗ്യ ബുദ്ധിയോടുകൂടി സെക്ഷൽ അബ്യൂസറായി മാറുന്നത്. എനിക്ക് 8 വയസ്സുള്ളപ്പം എന്നെ അബ്യൂസ് ചെയ്തെങ്കിൽ ഞാനിപ്പോ 18 വയസ്സുകാരനാണ്. ഞാൻ തിരിച്ചതിന് മറുപടി കൊടുക്കും. അയാൾ അബ്യൂസറായി മാറും, ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ ശിക്ഷ അനുഭവിച്ച ഇവിടെ പാലക്കാട് ജയിലിൽ കിടന്നൊരു വ്യക്തി, അച്ഛനും അദ്ദേഹം കൂടി ശിക്ഷ ഏതാണ്ട് തീരാറായി, ആ സമയത്ത് വന്നിരുന്നു. അപ്പൊ അയാൾ പറഞ്ഞത്, യഥാർത്ഥത്തില് ഞാൻ ആ പ്രവൃത്തി ചെയ്തില്ല, എനിക്കൊരു കാമുകി ഉണ്ടായിരുന്നു, അവളുടെ നിർബന്ധത്തിന് വഴങ്ങി എന്തൊക്കെയോ ചെയ്തു. അതാണ് അയാളുടെ വാക്കുകൾ, എന്തൊക്കെയോ ചെയ്തു. എന്ത് ചെയ്തു എന്നുള്ളത് നോക്കിയില്ല. അവരുടെ പേരൻസ്, ആ പെൺകുട്ടിയുടെ പേരൻസ് കേസ് കൊടുത്തു. ഈ പയ്യൻ അകത്തായിപ്പോയി. 18 വയസ്സ് തികയുന്ന സമയമാണ്. അപ്പോൾ കേസ് വരുമ്പോൾ ഇവന് 18 വയസ്സ് കഴിഞ്ഞു മറ്റേ സെൻട്രൽ ജയിലിലേക്ക് ഇവിടുത്തെ പാലക്കാടൻ ജയിലിലേക്ക് കൊണ്ട് വിടുകയാണ്. അവിടെ കൗൺസിലിങ്ങിന് പോകുന്ന സമയത്ത് ഈ കുട്ടിയെ എനിക്ക് കിട്ടി, സംസാരിച്ചു. അപ്പൊ അവൻ പറഞ്ഞു, എനിക്ക് ജീവിക്കണം സർ, നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിച്ചാലും എനിക്ക് ജീവിക്കണം, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ അവനെ ശപിച്ചുകൊണ്ട് നീ അല്ലെങ്കിൽ അത്രക്കാരനാണ് ഇത്രക്കാരനാണ് എന്ന് പറയുന്നതിന് പകരം, ശരി നമുക്ക് ഇനി ജീവിക്കാൻ മാർഗം നോക്കാം, ഞങ്ങളുണ്ട് നിനക്ക് സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് വൈകാരികമായി രക്ഷപ്പെടാനായിട്ട് കഴിയും. ചെയ്തത് തെറ്റല്ലെന്നോ ശരിയാണെന്നോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. ആ കുട്ടിയെ രക്ഷിക്കാൻ, വൈകാരികമായി ആ കുട്ടി അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിയും. അപ്പോ ഇനി നമ്മള് ഈ കാരണങ്ങളിൽ ചിലത് പറഞ്ഞു കഴിഞ്ഞു. ഈ കുട്ടിക്കാലത്തുള്ള അബ്യൂസിന് ഇരയായവര്, ഞാൻ പറഞ്ഞു, അബ്യൂസറായി മാറാനുള്ള കഥ അത് ഉണ്ട്. ഇങ്ങനെ അബ്യൂസർ ആകുന്ന കുട്ടികളുടെ മറ്റൊരു കാരണം, കുടുംബ വഴക്കിന്റെ ഇടയിൽ കിടന്ന് ഞെരുങ്ങി വളർന്നവരാണ്. അവരെ ഈ കുട്ടികളെ ശ്രദ്ധിക്കാറില്ല. അവരെ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി ചില ആക്ഷൻസ്, ഒരു അബ്യൂസർ ആയി കഴിഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കും, അവനിലേക്കായിരിക്കും എല്ലാവരുടെയും കണ്ണു വരുന്നത്. അവന്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹമായി എന്നെ ഇവരൊക്കെ ഒന്ന് അറിയട്ടെ. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഈ ചൈൽഡ് സെക്ഷൽ അബ്യൂസിന് ശേഷം മാനസികമായ മുറിവുകളുണ്ട്. ആ മുറിവുകളെയാണ് നമ്മൾ വെച്ച് കെട്ടേണ്ടത്. അവരുടെ ഇൻഡിവിജ്വാലിറ്റി കൂട്ടുന്നതിന് നമ്മൾ വെച്ച് കെട്ടേണ്ടത് അതാണ്. പിന്നെ ഇത് ചെയ്തു പോകുന്നവർ, അബ്യൂസറായി മാറുന്നവര് ഈ വിദ്യാഭ്യാസം ശരിയായി ലഭിക്കാത്തവരാണ്, ശരിയായ ശിക്ഷണം ലഭിക്കാത്തവരാണ്. പിയർ ഗ്രൂപ്പിന്റെ പ്രഷർ അത് വളരെ പ്രധാനപ്പെട്ടത്. നീ ഒരുത്തനെ എന്തെങ്കിലും ചെയ്തില്ല, നീ ആണല്ലടാ എന്ന് പറയുന്ന പിയർ ഗ്രൂപ്പിന്റെ കൂടെയാണ് ഈ കുട്ടിയെങ്കിൽ അവനെ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കും. ഈ ഡ്രഗ്സിൽ ഒരല്പം ഉപയോഗിച്ചില്ലേ നീ ആൺകുട്ടിയല്ല എന്ന് പറഞ്ഞ് അവനെ വാശി പിടിപ്പിക്കുന്നവരിലൂടെ ഡ്രഗ് ഉപയോഗിക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ ഈ പിയർ ഗ്രൂപ്പിന്റെ മോശമായ തീരുമാനത്തിൽ, ശക്തമായ തീരുമാനത്തിൽ പെട്ടുപോകുന്നവരും ഈ അബ്യൂസറായിട്ട് മാറി വരുന്നുണ്ട്. പിന്നെ പേഴ്സണൽ സ്പേസിനെ കുറിച്ച് അറിവില്ലാത്ത, ഞാൻ നിങ്ങളിലേക്ക് അടുക്കുന്നതിന് പരിധി ഉണ്ടെന്നും ആ പരിധിക്ക് ഇപ്പുറം കിടക്കുന്നത് തെറ്റാണെന്നും ശിക്ഷാർഹമാണെന്നും
അറിയായ്മ കൊണ്ട് ചെയ്യുന്ന ആളുകളും ഉണ്ട്. ഇനി ഈ സെക്സിന്റെ ആക്ഷൻ നേരിൽ കണ്ടിട്ടുള്ള കുട്ടികൾ, സെക്ഷുവാലിറ്റിയെ കുറിച്ചുള്ള ക്യൂരിയോസിറ്റി, എനിക്കും അതെന്താണെന്നൊന്ന് അറിയണമെന്നുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് ഇതിലേക്ക് കയറി സെക്സ് അബ്യൂസറായി മാറുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഇത് വിക്ടിം അബ്യൂസറായി മാറുന്ന കാര്യങ്ങളാണ് ഞാൻ മുകളിൽ പറഞ്ഞത്. അപ്പൊ ഇത്തരം പ്രവൃത്തികളിൽ നിന്നും തടയിടാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അങ്ങനെ പെണ്ണിനെയും പരസ്പരം ബഹുമാനിക്കാൻ നമ്മൾ പഠിപ്പിക്കണം, ആണിനെയും പെണ്ണിനെയും. അതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ആൺകുട്ടിയെയും പെൺകുട്ടിയെയും പരസ്പരം ബഹുമാനിക്കാനും അത്തരത്തിലുള്ള വിദ്യാഭ്യാസവും പേഴ്സണൽ ബൗണ്ടറി എന്താണെന്ന് പറഞ്ഞു കൊടുക്കാനും അവന് അവബോധം നാം ഉണ്ടാക്കി കൊടുക്കണം. അതിനുള്ള അവസരമുണ്ടാകണം. അവിടെയാണ് യൂത്ത് മെന്ററിങ്ങിലൂടെ കടന്നു പോകേണ്ടത്. യൂത്ത് മെന്ററിങ് ക്ലാസ്സുകളും മറ്റ് യോഗങ്ങളും ഒക്കെ കൂടും. അതിൽ നമ്മൾ അവിടെ ചേർക്കണം, അവനെ അതിൽ കേൾപ്പിക്കാൻ നിർത്തണം. അവിടെ മാതാപിതാക്കളെ കുറ്റപ്പെടുത്തലിന് പകരം പോസിറ്റീവ് ഇന്ററാക്ഷൻ കൊടുക്കണം. മാതാപിതാക്കളെ നീ ഇങ്ങനെ പഴിച്ചു പോയല്ലോ എന്നൊരു ആൺകുട്ടിയുടെ മുഖത്ത് നോക്കി പറയുന്നതിന് പകരം, ഒരു പെൺകുട്ടിയെ ശിക്ഷിക്കുന്നതിന് പകരം അവന് നല്ലൊരു സുഹൃത്ത് വലയം ഉണ്ടാവുകയും ആ സുഹൃത്തുക്കളുടെ അന്വേഷണം മാതാപിതാക്കൾ ഏറ്റെടുക്കുകയും ചെയ്യണം. എൻ്റെ കുട്ടി പോകുന്ന പിയർ ഗ്രൂപ്പ് എവിടെയാണ് എന്നും കൂടെ ഒന്നറിയാം. അപ്പോ എൻ്റെ ഈ സെഷൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് 2-3 ചെറിയ കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കും. ഈ CSA വിക്ടിം, ഇരയെ വീട്ടിൽ തന്നെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളത് കൂടി ഒന്ന് എടുത്തു പറയട്ടെ. മിക്ക പീഡനങ്ങളും വരുന്നത് വീടുകളിൽ നിന്നാണെന്ന് ഞാൻ പറഞ്ഞു. കെയർ ടേക്കേഴ്സ് ഉണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ അതിനാൽ വീടുകളിൽ കുട്ടികളിൽ കലവറയില്ലാത്ത, കണ്ടീഷൻ ഇല്ലാത്ത സ്നേഹം കൊടുക്കേണ്ടിയിരിക്കുന്നു. മാനസികമായ, വൈകാരികമായി അവരെ സപ്പോർട്ട് ചെയ്യണം, സ്നേഹം കൊടുക്കണം. അൺകണ്ടീഷണൽ ലവ് മക്കൾക്ക് കൊടുക്കുക. മാത്രമല്ല വൈകാരികമായി സപ്പോർട്ട് ചെയ്യണം. അവന്റെ വികാരങ്ങളെ നാം അറിയണം, അവന്റെ വികാരങ്ങളെ നാം മാനിക്കണം, അതിന് സപ്പോർട്ട് കൊടുക്കണം. ഈ വൻ ശകാരങ്ങളാണ് പലപ്പോഴും ഇരകളായി വരുന്നവരോടും അബ്യൂസറോടും മാതാപിതാക്കൾ ചെയ്യാറ്. അത് ഏറ്റവും കഷ്ടമായ സ്ഥിതിയാണ്. അടുത്ത ബന്ധുക്കളാണെങ്കിൽ പോലും ഈ കാര്യത്തിൽ മാതാപിതാക്കൾ ഇടപെടണം. ബന്ധു ആയതുകൊണ്ട് തെറ്റാവില്ല. ബന്ധുവിനെ വീണ്ടും സഹായിക്കുകയല്ല വേണ്ടത്. അവിടെയും ഒരു കോംപ്രമൈസിലെത്തി അടുത്തൊരു തവണ ചെയ്യാതിരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കണം. പ്രൊഫഷണലായിട്ടുള്ള അബ്യൂസർക്ക് ശരിയായ അറിവ് നൽകുന്ന സൈക്കോ സോഷ്യൽ ആക്ഷൻ അവനിലേക്ക് കൊടുത്തുവിടണം. ഒരു സൈക്കോളജിസ്റ്റിന്റെ, ഒരു സൈക്കോതെറപ്പിസ്റ്റിന്റെ, ഒരു കൗൺസിലറുടെ ഒക്കെ സഹായം അവന് കൊടുക്കാം, അവൾക്ക് കൊടുക്കാം. അത്യാവശ്യമാണ്. ഒത്തിരി സീരിയസ് ആയിട്ടൊരു കേസാണെങ്കിൽ നിയമസഹായവും നമുക്ക് നേടാം. ഇനി ഞാൻ അടുത്ത പോയിന്റ് പറയുന്നത് ഇത്രയാണ്. സുഹൃത്തുക്കൾക്കും സ്വയം സംരക്ഷണം എങ്ങനെ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കാൻ പറ്റും? നമ്മൾ ആ സുഹൃത്തുക്കളോട് പറഞ്ഞു കൊടുക്കേണ്ടത്, നിനക്കിഷ്ടമില്ലാത്ത ഒരു കാര്യം ഒരാൾ ചെയ്യാൻ പോവുകയാണെങ്കിൽ നോ എന്ന് പറയുകയും നിന്റെ ശരീരത്തിന്റെ സ്പേസ് നിനക്ക് ഇന്നതാണെന്നും അതിന്റെ അപ്പുറത്തേക്ക് വരുന്ന ആളെ തടയാൻ നാം എടുക്കണം ശക്തി. നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ മാതാപിതാക്കളോടും അധ്യാപകരോടുമാണ് സംസാരിക്കേണ്ടത്. വഴിയെ പോകുന്ന ആളുകളോട് അതെന്താ ഇതെന്താ എന്ന് ചോദിക്കണ്ട. കടയിൽ നിൽക്കുന്നവനോട് ചോദിക്കണ്ട. മുതിർന്ന നമ്മുടെ മാതാപിതാക്കൾ, നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകർ, അവരിൽ നിന്നാണ് ഉപദേശങ്ങൾ സ്വീകരിക്കേണ്ടത്. പലപ്പോഴും പല കുട്ടികൾക്കും സംശയങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ 18 വയസ്സിന് താഴെയുള്ള, 14 മുകളിലുള്ള ആ സംശയങ്ങൾ തീർക്കാൻ അവർ പിയർ ഗ്രൂപ്പിലേക്കാണ് പോകുന്നത്. പിയർ ഗ്രൂപ്പിലും അതേ വയസ്സ് തന്നെയാണ്. അവർക്ക് പൂർണ്ണമായി ശരിയായ ഉത്തരം നൽകാൻ കഴിയില്ല. അപ്പോൾ അവർ ചെയ്യേണ്ടത് എന്താണ്? സ്കൂൾ ഭാഗത്തേക്ക് വരിക, പേരൻസിലേക്ക് വരിക. അപ്പൊ എന്നെയും എൻ്റെ കൂട്ടുകാരനെയും എൻ്റെ കൂട്ടുകാരിയെയും സംരക്ഷിക്കാൻ ഒത്തുപിടിക്കുക.
ഞാൻ എൻ്റെ കരങ്ങൾ അങ്ങോട്ട് നീട്ടുക, അവരുടെ കരത്തെ ചേർത്ത് പിടിക്കുക, എൻ്റെ കൂടെ കൊണ്ടുപോരുക. ഈ അവസ്ഥകളൊക്കെ ഒന്ന് മനസ്സിലാക്കി മാതാപിതാക്കളും ബന്ധുക്കളും അധ്യാപകരും മുന്നോട്ട് പോയാൽ ഈ ചൂഷണം ലൈംഗികമായ ഈ ചൂഷണം നമുക്ക് അവസാനിപ്പിക്കാനായിട്ട് കഴിയും എന്ന് മാത്രം പറയുന്നു. ഈ പോക്സോ നിയമത്തെക്കുറിച്ചും രണ്ടു വാക്ക്. 2012 ഈ ഒരു നിയമം കൊണ്ടുവന്നത്. പ്രൊട്ടക്ഷൻ ഓഫ് ദ ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് 2012. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഗവൺമെന്റ് തലത്തിൽ ഉണ്ടാക്കിയെടുത്ത, കേന്ദ്ര ഗവൺമെന്റിന്റെയാണ് ഉണ്ടാക്കിയെടുത്ത നിയമമാണ്. അതിനുശേഷം 19-ലും റിവിഷൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ഗവൺമെന്റ് പോലും, സെൻട്രൽ ഗവൺമെന്റ് പോലും ഇതിന് വളരെ സീരിയസ് ആക്കി എടുത്ത അവസ്ഥയാണ് ഉള്ളത്. അതുകൊണ്ട് ഒരു കുറ്റവാളിയും രക്ഷപ്പെടാൻ പോകുന്നില്ല നാം ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ. അപ്പോ ചൂഷണത്തിൽപ്പെട്ടവരെ നമ്മുടെ കൈകൾ കൊടുത്തുകൊണ്ട് നമ്മൾ ഏറ്റെടുക്കുക അവരെ. ആ പോരാട്ടത്തില് ഞാനും നിങ്ങളും അണിചേരുക. ഈ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098, ആ ടീച്ചർ വിളിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ ടീച്ചർ വിളിച്ചു പറഞ്ഞതിൽ, ആ പെൺകുട്ടി പീഡിപ്പിച്ച പെൺകുട്ടി, ആ 10 വയസ്സുകാരൻ അല്ല 15 വയസ്സുകാരൻ ടീച്ചറോട് സംസാരിക്കുകയും ടീച്ചർ ഈ 1098 വിളിച്ചു പറഞ്ഞാണ് മറ്റേ ആ സ്ത്രീയെ കണ്ടുപിടിക്കാനുള്ള തത്വമൊക്കെ ഉണ്ടാക്കിയെടുത്തത്. എന്തായാലും ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപകടങ്ങളൊന്നും കൂടാതെ അവസാനിക്കുമെന്ന് സന്തോഷവും. നെറ്റിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സാർ, താങ്ക് യു. തീർച്ചയായിട്ടും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, വളരെ സെൻസിറ്റീവായിട്ടൊരു വിഷയം. പല രീതിയിൽ പല കാരണങ്ങൾ കൊണ്ടൊക്കെ ഇതുമായിട്ട് പല രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിഷയം. വളരെ മനോഹരമായ സാർ ആദ്യം മുതൽ അവസാനം വരെ അതിൻ്റെ ഭാഗങ്ങളെക്കുറിച്ച് പറഞ്ഞു. താങ്ക് യു സാർ. മോഹൻദാസ് സാർ, നമുക്ക് തുടങ്ങാം. ആദ്യം ഉലകണ്ണൻ സാറിന്റെ അവതരണം വളരെ നന്നായിരുന്നു. കാരണം പറയേണ്ട രീതിക്ക് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു ഫലിപ്പിച്ചു. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ സ്കൂൾ കാലഘട്ടത്തിലോ അതിനുശേഷമുള്ള ഈ പറഞ്ഞ പോലെയുള്ള അറിവ് നമുക്കില്ല. നമ്മുടെ ബോഡിയെ കുറിച്ചും അറിയില്ല, നമുക്ക് നമ്മുടെ വികാരങ്ങളെ കുറിച്ച് ഇതൊന്നും അറിയാതെ വഴുതി പോകുന്ന കാലഘട്ടങ്ങളായിരുന്നു. പിന്നെ ഉള്ളത് വീടുകളിൽ ഇതുപോലെ പറഞ്ഞാല് അച്ഛനമ്മമാർക്ക് അവരുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ആവശ്യത്തിന് വേണ്ടി പോകുന്നതിൽ കുട്ടികളെ ഈ പറഞ്ഞ പോലെ അശ്രദ്ധയായിട്ട് അവരെ ശ്രദ്ധിക്കാൻ പറ്റാതെ പോകുന്ന സാഹചര്യങ്ങൾ, ഇതൊക്കെ ഒരു മിഡിൽ ക്ലാസ്സോ അതിന് താഴെയുള്ളവർക്കൊക്കെ വളരെയധികം ബാധിക്കുന്ന കാര്യങ്ങളാണ്. സൊസൈറ്റിയിലും അങ്ങനെയാണ്. കാരണം ഈ നേരെ പറഞ്ഞ പിയർ ഗ്രൂപ്പ്, അവരുടെ നിന്നായിരിക്കും പലരും പല കാര്യങ്ങളും പഠിക്കുന്നതും മറ്റുള്ളത്. അപ്പം തിരുവനന്തപുരത്തൊരു സാഹിത്യകാരുണ്ട്, ഇപ്പോഴും ഉണ്ട് അയാൾ, നീലപത്മനാഭൻ എന്ന് പറഞ്ഞിട്ട്. 82-83 വയസ്സായി. അപ്പൊ അദ്ദേഹത്തിൻ്റെ ഒരു ചെറുകഥ ഇങ്ങനെയുണ്ട്. പിന്നെ തമിഴില് ഇളമൈ വ്യാധി എന്നാണ്. അതൊരു ചെറുപ്പക്കാരൻ, അവൻ ഈ മെച്ചുറായി വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഫീലിംഗ്, അവൻ്റെ ബോഡിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അവനതിനെക്കുറിച്ച് ഭയങ്കര ആകാംക്ഷയും അത് അറിയാൻ വേണ്ടിയിട്ടും ഒരു ഡോക്ടർക്ക് ചെന്ന് ചോദിക്കുന്നുണ്ടാണ്. അപ്പം അപ്പോൾ പറയുന്നത്, സാധാരണ ഒരു പെൺകുട്ടിക്കാണെന്നുണ്ടെങ്കിൽ അവൾ പ്രായമാകുമ്പോൾ അത് പ്രകൃതി പുറത്ത് അറിയിക്കാനുള്ള സാഹചര്യം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു ആൺകുട്ടിയെ സംബന്ധിച്ചോളം അവൻ ആരോട്, ഈ പറഞ്ഞ പോലെ ആരോട് ചെന്ന് അതിൻ്റെ വിശദാംശങ്ങൾ ചോദിക്കാനോ മനസ്സിലാക്കാനോ അറിയാൻ അവന് പറ്റുന്നില്ല. അത് കാരണം അത് എന്തിനാ നിർദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ, മറ്റ് നമ്മളെ പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ പലതിനും മാതൃക കാണിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ രാജ്യത്ത് അങ്ങനത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഇല്ല. അല്ലെ, ഓരോ സ്കൂൾ ലെവലായാലും മറ്റതൊക്കെ ആണെങ്കിൽ തുടക്കം മുതൽ പ്രാഥമികമായിട്ടുള്ള അവർക്കുള്ള
അവരുടെ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ ബോഡിയിൽ ഉണ്ടാകുന്ന മറ്റു ആ ചേഞ്ചസിന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, ഒരു അവയർനെസ് കൊടുക്കാനുള്ളത് പോലും നമ്മുടെ പാഠപദ്ധതിയിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതിൻ്റെയാണ് ഏറ്റവും ആയിട്ടുള്ളത്. അവർ പല സാറ് പറഞ്ഞ പോലെ പാടില്ലാത്ത അറിവുകളും പാടില്ലാത്ത സ്ഥലങ്ങളിൽ നിന്നാണ് അവർക്ക് കിട്ടുന്നത്. അത് ഒഴിവാക്കാണ്ട് ഈ പറഞ്ഞ പോലെ അവർക്ക് കൊടുക്കേണ്ട എഡ്യൂക്കേഷൻ, സെക്സ്വൽ എഡ്യൂക്കേഷൻ ആണെങ്കിൽ അവർക്ക് അതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് കൊടുക്കാനുള്ള ഇത് ഉണ്ടാവണം. ഇപ്പോഴും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, പാഠപുസ്തകങ്ങൾ അത് ഉണ്ടോ എന്ന് അറിയത്തില്ല, ബോഡി ഇതായിട്ടുള്ളതെന്ന് അറിയത്തില്ല. പക്ഷെ അതിൻ്റെ ഒരു അഭാവത ഉണ്ട്. ഈ കൗൺസിലിംഗ് മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുപോലെ തന്നെ എങ്കിൽ സ്കൂൾ ലെവലിൽ ആ കുട്ടികൾക്ക് ഒന്ന് ബോധവൽപ്പിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം ഒരു ആവശ്യകത വളരെ ഇതായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇന്നിപ്പം ഈ 67-68 വയസ്സായിട്ടുണ്ട്. നമ്മൾ ഈ കടന്നു വന്ന കാലഘട്ടങ്ങളും സാഹചര്യങ്ങളും പിന്നെ നമ്മുടെ സൊസൈറ്റി, അത് കഴിഞ്ഞിട്ടുള്ള ജോലി, ഇതിനൊക്കെ വരുമ്പോഴും ഒറ്റപ്പെട്ടുള്ള ജീവിതമൊക്കെ വരുമ്പോൾ സമയങ്ങളിലും ഉണ്ടാകുന്ന ഈ പറഞ്ഞ സാറ് പറയുന്നുള്ള ആ സ്പേസ്, പേഴ്സണൽ സ്പേസിൻ്റെ ഇതൊക്കെ ഒന്നും നമ്മളിപ്പോഴാണ് മനസ്സിലാക്കുന്നത്. യാത്രകളാകുമ്പോഴും അല്ലെങ്കിൽ ഒരു ഒന്നിച്ച് താമസിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും അതിൻ്റെതായിട്ടുള്ള ഒരു ഇതൊക്കെ വരുമ്പോഴും നമുക്ക് ചുറ്റുള്ള ഒരു എന്താ പറയുക, ഒരു വലയം, ഒരു സുരക്ഷാ വലയം നമുക്ക് തീർക്കേണ്ട ആവശ്യകത അത് എല്ലാവർക്കും ഒരേപോലെ ആവശ്യമാണെന്നുള്ളതും കൂടി ഇപ്പം ബോധ്യമാവുന്നുണ്ട്. പുതിയൊരു അറിവാണ് ഈ പറഞ്ഞ പേഴ്സണൽ സ്പേസ്. അത് ഏത് കാലഘട്ടത്തിലും ഏത് സാഹചര്യത്തിലും ആവശ്യമാണ് എന്നുള്ളത്. ഈ പ്രധാന പറഞ്ഞാൽ കുടുംബത്തിൽ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംസാരിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അത് വേറെ ഒന്നിലേക്ക് ഒരു ഘടകത്തിലേക്ക് വഴി മാറുന്നുണ്ടെങ്കിൽ ആ സ്പേസ് കീപ്പ് ചെയ്ത് പോരുന്നെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. കാരണം അതാണ് ഈ പറഞ്ഞ പോലെ ആ സ്പേസിങ്ങിൻ്റെ ഇതായിരിക്കും ചിലപ്പോൾ പെട്ടെന്നുള്ള ഒരു വികാരത്തിൻ്റെ അടിമയായിട്ട് മാറുമ്പോൾ ഉണ്ടാകുന്ന പ്രവർത്തികൾ. ഈ പറഞ്ഞാല് ചില ഇതൊക്കെ അനാലിസിസ് ചെയ്ത് പോകുമ്പോൾ കാര്യങ്ങളൊന്നും കാണത്തില്ല, നിസ്സാരമായിരിക്കും. പക്ഷെ സാറ് പറഞ്ഞ പോലെ മനസ്സിന്റെ കാഠിന്യവും അല്ലെങ്കിൽ അതിൻ്റെ സാഹചര്യങ്ങളാണ് അതിന് വഴിതെളിച്ച് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ ആ ട്രെയിനിൽ ഇത് തന്നെയാണ്. ആ കുട്ടി മൊബൈൽ നോക്കിയിരിക്കുകയും അവൻ്റെ മനസ്സിൽ വേറെ ഇത് ഉണ്ടാവുകയും ചെയ്തപ്പോൾ ഉണ്ടായ ഒരു പ്രവർത്തി. അപ്പോൾ എപ്പോഴും നമ്മുടെ ചുറ്റുപാടിനെ വളരെ ഇതായിട്ട് നിരീക്ഷിക്കണം എന്നുള്ളതും അത് കണക്കാക്കി നമ്മൾ മുൻകരുതലോടുകൂടി തന്നെ ഉണർന്ന് പ്രവർത്തിക്കണം എന്നുള്ളതും കൂടി കാണേണ്ടത്. എന്നറിയില്ലേ, ഇത് നമുക്ക് പുതിയൊരു അറിവാണ്. ഇതേ ഇത് തന്നെ നമ്മുടെ കുട്ടികൾക്കെങ്കിലും പറഞ്ഞ് സാഹചര്യം കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട്, നമ്മുടെ ചുറ്റും കാണുന്നതെല്ലാം നല്ലതല്ല, കാണുന്നതെല്ലാം ആ പുറം കാണുന്ന ഭംഗിയല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ വേറെ ഇതുണ്ടാവും എന്ന് എപ്പോഴും ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യുക. അതിനൊപ്പം വെരിഫൈ എന്നുള്ളൊരു വാക്ക് പറയാറുണ്ട്. അവരെ നമ്മൾ പൂർണ്ണമായിട്ടും അന്ധമായിട്ട് വിശ്വസിച്ച് പോകരുത് എന്നുള്ള ഇതും കൂടി ഉള്ള ഒരു എന്താ പറഞ്ഞാൽ ഒരു ബോധം കൂടി നമുക്ക് സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്. വളരെ നന്നായിരുന്നു സാറേ. യാദൃശ്ചികമാണ് ഇന്ന് സാറിനെ കണ്ടത്. കാരണം ഈ ഒരു വൈകിട്ട് 6:30 കഴിഞ്ഞ് പണിത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഉടനെ സാറിൻ്റെ ആയതുകൊണ്ട് ഉടൻ തന്നെ വന്നു അറ്റൻഡ് ചെയ്തു. വളരെ നന്ദി. താങ്ക് യു സാർ. ഇനി ആരാ പറഞ്ഞ? റോയ് സാർ, ആരെങ്കിലും ഒന്ന് പറയൂ. നമുക്കൊരു ക്ലാസ്സും കൂടെ ഉണ്ട് 8:30. ഇപ്പോൾ ഒരു 8:25 ആകുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം. ആർക്കെങ്കിലും പറയാമോ? ഉഷ മാം, റോയ് സാർ, സ്നേഹലത മാം, ഉഷ മാം പറയും. ഗുഡ് ഈവനിങ് സർ. ഇന്ന് മോഹൻദാസ് സാർ പറഞ്ഞ പോലെ ഇന്ന് യാദൃശ്ചികമായിട്ടാണ് സാറിന്റെ ക്ലാസ്സിൽ കയറിയത്. എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സാറിന്റെ നോക്കിയപ്പോൾ സാർ ഇങ്ങനെ എല്ലാ ഗ്രൂപ്പിലേക്കും പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആരാണെന്ന് നോക്കിയപ്പോഴാണ് ഉലഹൻ സാറിന്റെ പോസ്റ്റർ കണ്ടത്. അപ്പൊ പെട്ടെന്ന് ജോയിൻ ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ എന്തായാലും സാറിന്റെ ഒരു ഏറ്റവും സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന ഏറ്റവും ഭീകരമായിട്ടുള്ളതും ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ സാറ് ആ ഒരു ടോപ്പിക്കായിട്ട് എടുത്തത്. നമുക്കത് എങ്ങനെയാണ് അതിനെ നമുക്ക് ആ ഒരു ക്ലാസ്സിലൂടെ ഇരുന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഒരു മനസ്സിലൂടെ കടന്നുപോയ ഓരോ ചിത്രങ്ങളും നമ്മളെ ഭയപ്പെടുത്തുന്നത് തന്നെയാണ്. നമ്മൾ വായിച്ചിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതും നമ്മൾ അനുഭവത്തിലൂടെ ഓരോരുത്തരുടെ അനുഭവത്തിലൂടെ നമ്മുടെ കൗൺസിലിംഗ് സമയത്താണേലും നമുക്ക് കിട്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ എത്രത്തോളം
പേടിയോടെ അല്ലെ ഭയപ്പാടോടെ ആണ് നമ്മൾ കടന്നു പോകുന്നതെന്നറിയാം. അതുപോലെ തന്നെ അതിന്റെ സാറിന്റെ ആ ഒരു എനിക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുമ്പൊക്കെ നമ്മൾ അറിഞ്ഞതിനേക്കാളും ഒക്കെ ഓരോ ഏരിയാസിന്റെ വ്യക്തതയാണ് സാർ ഏറ്റവും അധികം എടുത്തു പറയേണ്ട ഒരു കാര്യം. ഏറ്റവും ലളിതമായിട്ടും വ്യക്തമായിട്ടും സാറ് ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. ഒരു ഏരിയ പോലും ഒന്നും ഒരു ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനില്ലാത്ത രീതിയിൽ അതിന്റെ ഒരു കാര്യങ്ങളും ഇൻട്രൊഡക്ഷൻ മുതലുള്ള ഓരോ സ്റ്റെപ്പുകളും വളരെ ക്ലിയർ ആയിട്ട് സാർ അതേക്കുറിച്ച് പറയുകയുണ്ടായി. അതുപോലെ തന്നെ അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും, വിക്ടിമിന്റെ ആയാലും അത് എങ്ങനെയായിരിക്കും അതിന്റെ മാനസികാവസ്ഥ, അവരുടെ ഭാവി മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും, സൈക്കോളജിക്കലായിട്ട് അവരെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അതുപോലെ തന്നെ നിയമവശങ്ങൾ എങ്ങനെയാണ് എന്നെല്ലാം വളരെ വ്യക്തമായിട്ടാണ് സാർ പറഞ്ഞു തന്നത്. പക്ഷെ നമുക്ക് കൗൺസിലേഴ്സിന് സൈക്കോളജിസ്റ്റിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നമുക്ക് ചെയ്യാനുണ്ട്. നമ്മൾ നോക്കി നിൽക്കുകയല്ല ചെയ്യേണ്ടത് എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് സാർ ഈ ക്ലാസ്സിലൂടെ നമുക്ക് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. എനിവേ, താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. സെഷൻ താങ്ക് യു സാർ. അപ്പൊ വളരെ ആധികാരികമായിട്ട് യാതൊരു മറയില്ലാതെ സാറ് അത് ഉൾക്കൊണ്ടുകൊണ്ട് അതൊരു എങ്ങനെയൊക്കെ കെയർ ചെയ്യണം, അത് നമ്മൾ എങ്ങനെ അത് പറഞ്ഞു കൊടുക്കണം എന്നുള്ളത് വളരെ വ്യക്തമായും ഉദാഹരണ സഹിതം അങ്ങ് ക്ലാസ് എടുത്ത് വളരെ മനോഹരായി. എന്നെ എപ്പോഴും പെൺകുട്ടികളെയാണ് പറയാ, പക്ഷെ പല ആൺകുട്ടികളും കടകളിലൊക്കെ പോയിട്ട് ക്ലാസ്സുകളിൽ നമ്മളോട് പറയാറുണ്ട് മഹാമോശമായിട്ട് പെരുമാറിയിട്ടൊക്കെ ആളുകളെ. അപ്പോ കടക്കാരനോട് നേരിട്ടും പറയാൻ നിവൃത്തിയില്ല, കാരണം അവർക്ക് ഭയങ്കര ഭീഷണിയാണ്. അപ്പോൾ നമ്മൾ അത്രയും തുറന്ന് അവരോട് അടുപ്പമുള്ളതുകൊണ്ടാണ് ഒരാളോടും പറയാതെ, ക്ലാസ് ടീച്ചറോടും പറയാതെ വിഷയം എടുക്കാം ചില നമ്മളോടും പറയണതൊക്കെ നമുക്ക് ഓർമ്മ വന്നു സാറ് ക്ലാസ് എടുക്കുമ്പോൾ. അതുപോലെ ഒത്തിരി ബുദ്ധി പ്രശ്നമുള്ള പെൺകുട്ടികളൊക്കെ പുറമേന്ന് വരുന്ന ആളുകള് ബുദ്ധിമുട്ടിച്ചത്, അതിപ്പോ കഴിഞ്ഞ മാസമാണ് ഞാൻ അറിഞ്ഞത്. ആ കുട്ടിക്ക് ഇപ്പൊ ഒരു 44 വയസ്സായ കുട്ടി ഇപ്പൊ സൂയിസൈഡ് ചെയ്തു. അപ്പോ അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ മനസ്സിൽ കൂടെ ഓർമ്മ വന്നു. അപ്പൊ കുട്ടികളെ ചൂഷണം ചെയ്യും വീട്ടിൽ നിന്ന് തന്നെയാണ് ഒന്നാമത്തെ പ്രശ്നം. കാരണം കസിൻസിന്റെ വീട്ടിലൊക്കെ ആക്കി പോവും അവര് തീർത്ഥാടനത്തിന് പോകുമ്പോഴൊക്കെ. അപ്പൊ അവരെ ബ്രദേഴ്സിന്റെ ഫ്രണ്ട്സ് വരും. അപ്പൊ അങ്ങനെയൊക്കെ പിടിക്കപ്പെട്ട പല കുട്ടികളും ബിഹേവിയറിൽ ആ മാനറിസത്തിൽ പ്രശ്നം വന്നിട്ട് ക്ലാസ്സിൽ നന്നായി പഠിക്കുന്ന കുട്ടികളെ നോട്ടും ആ ഒരു ആകെ ഒരു പ്രശ്നവും പഠനത്തിലുള്ള പ്രശ്നവും എല്ലാം ആകുമ്പോഴാണ് നമ്മൾ നോക്കുമ്പോൾ കുട്ടികളൊക്കെ ഇതിൻ്റെ ഇടയിൽ പെട്ടതും ഒക്കെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പൊ പേരൻസിനോട് പറയുമ്പോൾ ആദ്യം ഒരു സമ്മതിക്കില്ല, പിന്നെയാണ് അവർക്ക് ഈ ഞെട്ടല്, അവർ വല്ലാത്തൊരു ഞെട്ടലാണ്. പിന്നെ കൗൺസിലിങ്ങിന് കൊണ്ട് നമ്മളെ പഠിപ്പിച്ച അധ്യാപകരുടെ അടുത്ത് ഡോക്ടേഴ്സിന്റെ അടുത്തൊക്കെ വിടുമ്പോഴാണ് സാർ നമ്മളോട് പേഴ്സണലായിട്ട് പറയും. കാരണം ഇവർക്ക് അധ്യാപകരോട് പറഞ്ഞതിനൊരു ഇത് പരിമിതി ഉണ്ടാവും. അപ്പൊ കുട്ടികൾക്ക് ഇടക്ക് വീണ്ടും ആ ട്രോമ 10ാം ക്ലാസ്സിലൊക്കെ വന്നിട്ടും നമ്മളോട് പറയാറുണ്ട്. അപ്പൊ കുട്ടികളൊക്കെ നല്ല നിലയിലായി. കാരണം ഒന്നും അറിയാതെ മക്കളെ കൊണ്ടാക്കി പോകുമ്പോ ഈ ബന്ധുക്കളെ വീട്ടില് ഇവന്മാരെ ഫ്രണ്ട്സും ഇവരെ കൂടി വരുന്ന മക്കൾക്ക് അറിയില്ലല്ലോ, ഒക്കെ ഇക്കമാരൊക്കെ ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ അവരൊക്കെ വല്ലാത്തൊരു അടുപ്പാവും. ചേട്ടന്മാരൊന്നും ഇല്ലാത്ത കുട്ടികൾ, അപ്പോഴാണ് ഇവരെ കലാപരിപാടികളൊന്നും അവർക്ക് അറിയില്ല. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ മക്കൾക്ക് വരുന്നുണ്ട്. അപ്പൊ ഈ ഡോൺ ടച്ചും സേഫ് ടച്ചും ഒക്കെ കുറെയൊക്കെ പറഞ്ഞു കൊടുക്കും, കുറെ പറഞ്ഞും കൊടുക്കൂല. അതൊക്കെ നമ്മളൊക്കെ വരുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ചെയ്യാറ് ചൈൽഡ് കെയർ ലയൻസിൽ നിന്ന് ഫ്രീ ആയിട്ട് ക്ലാസ് എടുക്കാൻ ആൾക്കാരെ കിട്ടും. തൃശ്ശൂരിനൊക്കെ നമ്മൾ അവർക്കൊരു ട്രീറ്റും ചെറിയൊരു പൈസയും നമ്മളെ കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോ ക്ലിപ്പിങ്സ് ഇട്ടൊരു ക്ലാസ് എടുത്ത് കൊടുക്കും, കാർട്ടൂൺ വെച്ചിട്ടൊക്കെ അടിപൊളിയായിട്ട്. പാരൻസിനെ വിളിക്കുക, അതിന് അധ്യാപകർ നിർബന്ധമായിട്ട് തയ്യാറാക്കുമ്പോൾ ആ കുട്ടികൾക്ക് ആ ബാഡ് ടച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കണ്ട, അവർക്ക് അത് കണ്ടിരുന്ന് മനസ്സിലാവും. ഇതാണല്ലേ എന്ന് കറക്റ്റായിട്ട് പറയും. അത് വീഡിയോ ക്ലിപ്പിങ്സ് ഇട്ട് പറഞ്ഞു കൊടുക്കും. മാത്രമല്ല ഇതിലുള്ള പെൺകുട്ടികൾ ഒരു 3 മാസമൊക്കെ കൂടുമ്പോൾ വീടുകളിൽ പോയിട്ട് അവർക്ക് വേണ്ട ബോധവൽക്കരണം കൊടുക്കും. ഇതൊക്കെ അവരെ ഫ്രീ ആയിട്ട് ചെയ്യുന്ന സേവനങ്ങളാണ്. അപ്പൊ അധ്യാപകര് ഇതിനെക്കുറിച്ച് രക്ഷിതാക്കളും ബോധവൽക്കരിക്കുകയാണെങ്കിൽ കുറെയൊക്കെ മാറ്റം സാറ് വന്ന പോലെ കൊണ്ടുവരാൻ പറ്റും. പിന്നെ പീർ ഗ്രൂപ്പ് പ്രഷർ വല്ലാത്തൊരു സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കും. അപ്പൊ നല്ലൊരു സെഷൻ. താങ്ക് യു ഉലഹന്ന സാർ, ആൻഡ് താങ്ക് യു സാർ. സാർ ഞാൻ ലീവ് ചെയ്യട്ടെ, ഒരു കുട്ടിക്ക് ക്ലാസ് പറഞ്ഞു കൊടുക്കാറുണ്ട്.
താങ്ക് യു. സാറേ താങ്ക് യു. ജോർജ് സാറ് പറഞ്ഞു. ജോർജ് സാറ് പറയും. ഞാനിവിടെ ഉള്ളോ? നമുക്ക് വൈൻഡപ്പ് ചെയ്യണം. അതൊരു 5 മിനിറ്റ് കൊണ്ട് വൈൻഡപ്പ് ചെയ്യണം. അതുകൊണ്ട് ഓക്കെ പെട്ടെന്ന് ഞാൻ പറ. ഈ ക്ലാസിന്റെ ബഹുഭൂരിപക്ഷവും കേട്ടു. അതിന്റെ ഇടയ്ക്ക് എനിക്ക് ഒന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നത് കൊണ്ടാണ് എനിക്ക് ഇതിന്റെ ആദ്യ ഭാഗത്തെ ആളുകളുടെ അഭിപ്രായങ്ങളൊന്നും കേൾക്കാൻ പറ്റിയില്ല. ഓക്കെ സാറേ, വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമാണ്. ഇന്ന് ഒരുപാട് വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഒരുപക്ഷെ മുമ്പ് ഉണ്ടായിരുന്നിരിക്കാം, പുറത്തേക്ക് വരാൻ മാർഗമില്ലായിരുന്നു. നമ്മുടെ ആ സാറ് ക്ലാസ്സിൽ പറഞ്ഞതുപോലെയുള്ള ചില കുടുംബക്കാരുടെയും വീട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ ധാരണകൾ കൊണ്ട് ഇത് പുറത്തു പറയാതെ ഇരുന്നിരുന്നു. തീർച്ചയായിട്ടും ഇത് സ്കൂളുകളിൽ കുഞ്ഞു ക്ലാസ്സിൽ മുതൽ പഠിപ്പിക്കേണ്ടതാണ്. ചിലപ്പം വീട്ടിലിത് ആർക്കൊക്കെയാ പറഞ്ഞുകൂടെ, അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും പെൺകുട്ടികളോട് തീർച്ചയായിട്ടും. പക്ഷെ അത് അമ്മയുടെ മാത്രം ഉത്തരവാദിത്വം ആകേണ്ടതല്ല. പള്ളിക്കൂടത്തിലാകുമ്പോൾ ഇത് സംബന്ധിച്ചുള്ള നല്ല ഇന്ററാക്ഷൻ മറ്റ് പരസ്പരം കുട്ടികൾ തമ്മിലും ഒക്കെ ചർച്ചകൾ പോലെയൊക്കെ നടത്തി നടപ്പാക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിന് യാതൊരു തർക്കമില്ല. ഏതായാലും ഇത് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒരുപാട് പേർ ചതിക്കപ്പെടുന്നുണ്ട്. വീട്ടിൽ നിന്നും ചതിക്കപ്പെടുന്നുണ്ട്, നാട്ടിൽ നിന്നും ചതിക്കപ്പെടുന്നുണ്ട്. മനുഷ്യന് ബുദ്ധി ഉണ്ടാകട്ടെ, ബോധമുണ്ടാകട്ടെ. തീർച്ചയായിട്ടും സാറിന്റെ ഈ സേവനം വളരെ നല്ലതാണ്. വന്നു കഴിഞ്ഞ് ഇതിനെ കൗൺസിലിംഗ് നടത്തി ശരിയാക്കുന്നതിനേക്കാൾ വരുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾക്ക് ഒരു അവബോധം ഉണ്ടാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കട്ടെ. എല്ലാ ഭാവങ്ങളും നന്ദി. ഓക്കെ സാർ, വേറെ ആർക്കെങ്കിലും 1 മിനിറ്റ്? നമസ്കാരം സാറേ. ഉദയനാൻ സാർ, പറഞ്ഞു. മോഹൻദാസ് സാർ. ക്ലാസ് ഈ പറഞ്ഞതുപോലെ തന്നെ സാധാരണ ഈ മെലഡിയും അടിപൊളി പ്രോഗ്രാം എന്ന് പറയുന്ന പോലെ മെലഡി പ്രോഗ്രാം ആണെന്ന് അറിഞ്ഞില്ല. ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോഴാണ് സാറിന്റെ ക്ലാസ് ആണെന്ന് അറിഞ്ഞത്. അപ്പോഴ് പെട്ടെന്ന് കയറിയായിരുന്നു. സാധാരണ ശനിയാഴ്ച ഈ ക്ലാസ് അല്ലല്ലോ സാറേ. ഇപ്പൊ കൂടുതലായിട്ട് ഇത് കാണുന്നത് എനിക്ക് തോന്നുന്നു മൊബൈലിന്റെ ആവിർഭാവവും അതുപോലെ തന്നെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം സുലഭമായി കിട്ടുന്നത് കൊണ്ടുമാണെന്ന് തോന്നുന്നു ഇത്തരം കേസുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത്, അല്ലേ സാർ? പിന്നെ പേരൻസ് കുട്ടികളെ ഒരുപാട് ലാളിക്കുന്നുണ്ട് സാറേ. അവര് ചെയ്യുന്നതും ചെയ്യാത്തതും ആരുടെയെങ്കിലൊക്കെ മടിയിലൊക്കെ കുട്ടികൾ വീടുകളിൽ വരുമ്പോൾ കയറി ഇരുന്നാലൊന്നും അവര് പോയി കഴിഞ്ഞിട്ടാണെങ്കിലും കുട്ടികൾക്ക് ഒരു ബോധം കൊടുക്കത്തില്ല ആ കാര്യത്തില്. അവര് ആരുടെ മുമ്പിലും കുഞ്ഞുങ്ങളല്ലേ, അവര് ചാടി ചെല്ലും. അവര് എത്ര പേരാണ് അതിൽ നല്ല സ്വഭാവമുള്ളതെന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ പേരൻസ് തന്നെയാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ആൾക്കാരെന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ സ്കൂളിൽ എത്തുമ്പോൾ അവരുടെ പേരൻസ് എന്ന് പറയുന്ന അധ്യാപകരാണ്. അത് അവര് അവിടെയും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചെറിയ ക്ലാസ് മുതൽ നമ്മള് ചെറിയ മൃഗങ്ങൾക്ക് വരെ, പെറ്റ്സിന് വരെ ഓരോന്ന് ചെയ്യാനായിട്ട് ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട്. അതനുസരിച്ച് അവ ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിൽ ചെറിയ ട്രെയിനിങ് ചെറിയ ക്ലാസ്സുകളിൽ തന്നെ അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ കൊടുക്കുന്നത് നന്നായിരിക്കും, അല്ലേ സാർ? ഓക്കെ മാം, അപ്പൊ ഞാൻ ഒന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. അതുപോലെ സ്നേഹലത മാം, ഒരു വാക്ക് പെട്ടെന്ന്. അതെ, പേരൻസ് അവെയർ ആകേണ്ടതാണ്. അവര് മക്കളുടെ കൂടെ കൂടുതൽ അടുപ്പം കാണിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിലേ മക്കൾ ഇത് എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടായ അവരോട് തുറന്നു പറയും. മക്കൾ തുറന്നു പറയാത്തത് കൊണ്ടാണ് അറിയാതെ പോകുന്നത്. പുറത്തറിഞ്ഞാൽ ഉണ്ടാകുന്ന ശരിക്കും അപമാനം മാതാപിതാക്കളെ പേടിച്ചാണ് മക്കൾ പറയാത്തത്. അതാണ് ഒരു പ്രധാന പ്രശ്നം. പക്ഷെ മാതാപിതാക്കൾ അറിയണം, അത് പറയാനുള്ള മാനസികാവസ്ഥ മക്കൾക്ക് ഉണ്ടാക്കണം. അതുപോലുള്ള എന്ത് സംഭവിച്ചാലും മാതാപിതാക്കൾ അറിയാവുന്ന രീതിയിലുള്ള ഒരു ബന്ധം മാതാപിതാക്കളും മക്കളും തമ്മിൽ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അറിയാൻ പറ്റും. ഇപ്പോഴല്ല, ഈ പണ്ട് ഒരുപാട് ഇതുപോലെ നടന്നിട്ടുണ്ട്. അതൊന്നും ആരും പുറത്തു പറയാതെ അനുഭവിച്ച് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ സാറേ താങ്ക് യു. സാർ വളരെ ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. പക്ഷേ ഇന്ന് നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവരോടും. ഒരു ക്ലാസ്സും കൂടെ എനിക്കുള്ളത് കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. എനിവേ നമുക്ക് ഇതിലൊരു ഡിസ്കഷൻ പിന്നെ ആകാം, നോ പ്രോബ്ലം. കാരണം വളരെ ശ്രദ്ധയോടുകൂടിയാണ് സാർ ആദ്യം മുതൽ അവസാനം പറഞ്ഞത്. എനിക്ക് ഇതിനകത്തൊന്നും ടോപ്പിക്കിന് തിരിച്ച് പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല.
ഓക്കെ, അപ്പോൾ താങ്ക് യു സർ വൺസ് അഗൈൻ. നമുക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ ടോപ്പിക് ഒന്നും കൂടെ കൺസിഡർ ചെയ്യാം. തീർച്ചയായിട്ടും അത് വേണം സർ. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒത്തിരി പോയിന്റ്സും ഉണ്ട്. ഓക്കെ, താങ്ക് യു ഉണ്ട് സർ. ഉണ്ട്. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. സി താങ്ക് യു സർ.